नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। श्रील प्रभुपाद की जय। गौर प्रमानंदे हरि हरि बोल। ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ വിദ്യ മാതാജി. ഹരേ കൃഷ്ണ സബിത മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ആദ്യമായിട്ട് എന്തായിരുന്നു സെഗ്മെന്റ്, നമുക്ക് 10 അപരാധം പറയാനായിട്ട് ആരാണ് ഇന്ന് പറഞ്ഞിരുന്നത്? 10 നാമാപരാധങ്ങൾ. കാര്യം നമ്മൾ നാമാപരാധങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നാമാപരാധങ്ങൾ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാ സത്സംഗത്തിലും നമ്മൾ അത് ഒന്ന് ആലപിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആരാണ് ഇന്ന് നാമാപരാധങ്ങൾ, അതുപോലെ ശിക്ഷാഷ്ടകം ചൈതന്യ മഹാപ്രഭു ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ച് നമുക്ക് തന്നതാണ് ശിക്ഷാഷ്ടകം. ഇത് രണ്ടും ആരാണ് ഏറ്റിരുന്നത്? അവർ രണ്ടുപേരും ഇല്ലാന്ന് തോന്നുന്നല്ലേ. എന്നാലൊരു കാര്യം ചെയ്തോളൂ. ഇവിടെ ഇപ്പം ജ്ഞാനാംബിക മാതാജി ഇന്ന് ശിക്ഷാഷ്ടകം 10 അപരാധങ്ങൾ രതീതി മാതാജി റെഡി ആയിട്ടിരുന്നുള്ളൂ. മാതാജി മ്യൂട്ടിലാണ് ജ്ഞാനാംബിക മാതാജി. പ്രഭു ആദ്യം അപരാധം വായിക്കുന്നത് അതോ ശിക്ഷാഷ്ടമാണ്? ആദ്യം അപരാധം വായിച്ചോളൂ. രതിദേവി മാതാജി അൺമ്യൂട്ട് ചെയ്തു. ആരാത് വായിക്കുന്നത്? രതിദേവി മാതാജി വായിച്ചിട്ട് ആരാ പറഞ്ഞ ആൾക്കാർ, ഏറ്റ ആൾക്കാരും വന്നിട്ടില്ല. സിബി മാതാജി സിബി മാതാജി അപരാധം പറഞ്ഞത്. അതേന്ന് തോന്നുന്നു. അതെ, അത് എന്റെ കയ്യിൽ മേടിക്കണം. മല്ലിക മാതാജിയാ. മല്ലിക മാതാജി വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി ഏതാണ്? അല്ല, മറ്റേ ക്ലാസ് ഇപ്പോഴാണ് പ്രഭുജി. ജോഡി മാതാജിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതപ്പം അങ്ങ് പോയിട്ടുണ്ട്. ഏതായിരുന്നു? 10 അപരാധങ്ങളായിരുന്നോ ശിക്ഷാഷ്ടകായിരുന്നോ? എന്താ മാതാജി ഏതായിരുന്നു ഏറ്റിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം? കഴിഞ്ഞ മാസം മാതാജിയോട് എന്തോ ഇന്ന് മാതാജി ഓർമ്മയെ ഇല്ല. എന്റെ സമയം പോകുന്നു. മാതാജി മല്ലിയ മാതാജി കേട്ടിട്ടില്ല, പ്രഭു ചോദിച്ചത് കേട്ടില്ല. മല്ലിയ മാതാജി, അതെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭു വല്ലതും ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മല്ലിയ മാതാജിയോട് ഈ ക്ലാസ്സിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ക്ലാസ് തുടങ്ങുമ്പോ? ഇല്ലല്ലേ, അതാ ചോദിച്ച പ്രഭു. അനിക്കുന്നതിന് മുന്നേ ഞാൻ പോയി, ഞാൻ രാജീന്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ കംപ്ലീറ്റ് തീർന്നില്ലായിരുന്നു, നമ്മുടെ ക്ലാസ് തീർന്നു. സമയം പോകുന്നു വെറുതെ. എല്ലാവരുടെയും സമയം പോകുന്നു. മാതാജി ശിക്ഷാഷ്ടം തുടങ്ങിക്കോളൂ. ഹരേ കൃഷ്ണ. നമോ ജയ് ചൈതന്യ മഹാപ്രഭു ജയ്. ഭഗവാനെ ദർശനം. ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. നാമകാരി ബഹുധാ നിജ സർവശക്തി സ്തത്രാപിതാ നിയമിത സ്മരണേന കാല ഏതാദൃശീ തവ കൃപാ ഭഗവൻ മമാപി ദുർദൈവമീദൃശ മിഹാജനിനാനുരാഗ തൃണാദവി സുനീചേന താരോരവി സകൃഷ്ണന അമാനിനാ മാനദേന കീർത്തനീയ സദാ ഹരി. നാദനം നാജനം നാ സുന്ദരീം കവിതാം വാ ജഗദീശ കാമയെ
മമ ജന്മനി ജന്മനീശ്വരേ ഭവദാതു ഭക്തിർ അകൈതുകീ ത്വയി ഐ നന്ദതനൂജ കിങ്കരം പതിതം മാ വിഷമേ ഭവാംബുധൗ കൃപയാ തവ പാദ പങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയാം നയനം ഗളതശ്രുതാരയാ വദനം ഗദ്ഗദരുത്തായ ഗിര പുളകൈർനിജിതം ബഭൂ കഥാ തവ നാമഗ്രഹണേ ഭവിഷ്യതി യുഗായിതം നിമേഷേണ ചക്ഷുഷാ പ്രാവുഷായിതം ശൂന്യായിതം ജഗൽ സർവം ഗോവിന്ദ വിരഹേണ മേ ആശ്ലേഷ്യാവ പാദരഥാഭിനിഷ്ടുമാം അതാം അദർശനാന്മകർമ്മകഥാം കരോതു വാം യഥാ തഥാ വാ വിദധാ വിലംബടോ മത്പ്രാണനാദസ്തു സായേവനാപരാം മത്പ്രാണനാദസ്തു സായേവനാപരാം മത്പ്രാണനാദസ്തു സാ ഏവനാപരാം. നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 10 അപരാധങ്ങൾ എനിക്ക് തോന്നുന്നു ആരും റെഡി ആയിട്ടില്ല. ഞാൻ ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തപ്പി എടുത്ത് പറയണമെങ്കിൽ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ഞാൻ വായിക്കട്ടെ ഞാൻ വായിച്ചോളാം. ഞാൻ വായിച്ചോളൂ. ഓക്കെ അടുത്ത പ്രാവശ്യം വീണ്ടും എല്ലാവരും ശ്രദ്ധിച്ചോണ്ട് ഞാൻ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നവര് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ വരണം. തിരുനാമ അപരാധങ്ങൾ. ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കുന്നതിന് തങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തന്മാരെ നിന്ദിക്കുക. 1ാമത്തെ അപരാധം ശ്രദ്ധിച്ചോണം. 2ാമത്തേത്, അതായത് നമ്മൾ വൈഷ്ണവരെ അപമാനിക്കരുത് എന്നാണ് പറയുന്നത്. മറ്റുള്ള ഭക്തന്മാരെ അപമാനിക്കരുത് ഒരു കാരണവശാലും. ദേവന്മാരായ ശിവൻ, ബ്രഹ്മാവ് ഇവരെ ഭഗവാൻ വിഷ്ണുവിന്റെ തിരുനാമത്തോട് തുല്യമായോ സ്വതന്ത്രമായോ ചിന്തിക്കുക. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തെക്കാളും ഉയർന്ന രീതിയിൽ മറ്റുള്ള ദേവീദേവന്മാരുടെ മന്ത്രത്തെയോ അല്ലെങ്കിൽ അവരെയോ വിചാരിക്കുക. ആധ്യാത്മിക ഗുരുവിന്റെ കൽപ്പനകളെ ലംഘിക്കുക. നമ്മൾ ഗുരുവിന്റെ കൽപ്പനകളെ ഒരു തരത്തിൽ ലംഘിക്കാൻ പാടില്ല. വൈദിക സാഹിത്യത്തെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു സാഹിത്യങ്ങളെ നിന്ദിക്കുക. നമ്മൾ ഏതെങ്കിലും പുരാണങ്ങളെയോ ഇതിഹാസങ്ങളെയോ വേദങ്ങളെയോ ഒക്കെ അപമാനിക്കുക. അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പാടില്ല. പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന്റെ മഹത്വത്തെ സാങ്കല്പികമാണെന്ന് കരുതുക. അതായത് ഇതിന്റെ മഹത്വം എന്ന് പറയുന്നത് വെറും എന്താണ് പറയുന്നത്, നമുക്കൊരു ഇതും കിട്ടാതെ ഒരു പ്രത്യേകിച്ച് ഒരു പൈസയൊന്നും കിട്ടാതെ കിട്ടുന്ന അതൊരു വിലയില്ല. അപ്പൊ അങ്ങനത്തെ ഇത് വെറും സാങ്കല്പികമാണെന്നുള്ള രീതിയിൽ നമ്മൾ കരുതുക. ഇതിന് ഓരോന്നിനും ഓരോ ക്ലാസ് ആണ് ആചാര്യന്മാർ എടുക്കുന്നത്, ഈ ഓരോ ലൈനിനും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരൊറ്റ ഷോട്ടിൽ പറയുന്നേ ഉള്ളൂ. ഭഗവാന്റെ തിരുനാമം ഭൗതിക രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുക. 6ാമത്തേത്, ഭഗവാന്റെ തിരുനാമം ഭൗതികമായിട്ടുള്ള രീതിയിലുള്ള ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുക. അതൊരിക്കലും പാടില്ല. ഭഗവാന്റെ തിരുനാമത്തിന്റെ ബലത്തിൽ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഓക്കെ, നമ്മൾ തിരുനാമമൊക്കെ ജപിക്കുന്നുണ്ട്, നമുക്ക് എന്ത് പാപവും ചെയ്യാം, കുഴപ്പമില്ല, നാമജപം കൊണ്ടെല്ലാം മാറും എന്നുള്ള ഒരു ധാരണ അത് അങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്തത്, വേദസാഹിത്യത്തിലെ കർമ്മകാണ്ഡങ്ങൾ വിവരിച്ചിട്ടുള്ള ഒരു മംഗളകരമായ ധാർമ്മിക കർമ്മമാണ് ഹരേകൃഷ്ണ മഹാമന്ത്ര ജപം എന്ന് കരുതുക. അതായത് നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള വേദസാഹിത്യങ്ങളിൽ പലപ്പോഴും പല വേദങ്ങളിലും ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അശ്വമേധ യാഗം ചെയ്തു കഴിഞ്ഞാൽ ഇത്, ചാതുർമാസം അനുഷ്ഠിച്ചാൽ ഇത് എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള ഒരു കാര്യമാണെന്ന് മഹാമന്ത്ര ജപം എന്ന് നമ്മൾ വെറുതെ അങ്ങ് വിചാരിക്കുക. മഹാമന്ത്ര ജപം ഇതുപോലെ വേദസാഹിത്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ഡത്തിൽ ഉപദേശിച്ചിട്ടുള്ള ഒരു ഫലോച്ഛയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയോ വിചാരിക്കുകയോ ചെയ്യരുത്. ഭഗവാന്റെ തിരുനാമ മഹിമകളെക്കുറിച്ച് ഒരു അവിശ്വാസിയായ വ്യക്തിയെ ഉപദേശിക്കുക. അതായത് നമ്മൾ എത്ര കണ്ടാലും തല്ലിയാലും നന്നാകില്ല എന്ന് നടക്കുന്ന ആൾക്കാരോട് നമ്മളിത് പറഞ്ഞു കൊടുക്കാതിരിക്കുക. പിന്നെ നാമമാഹാത്മ്യത്തെക്കുറിച്ച് പല നിർദ്ദേശങ്ങളും മനസ്സിലാക്കിയതിനു ശേഷവും തിരുനാമ ജപത്തിൽ പൂർണ്ണമായ വിശ്വാസമില്ലാതിരിക്കുകയും തിരുനാമജപത്തിൽ ഭൗതികമായ ആഗ്രഹങ്ങളെ വെച്ച് പുലർത്തുകയും ചെയ്യാം. അതായത് നാമമാഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കേട്ടു, പലയിടത്തും പല ക്ലാസ്സുകളിലും സത്സംഗങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിനകത്തൊരു രുചിയും തോന്നുന്നില്ല. പിന്നെ നമ്മൾ തോന്നിയ രീതിയിൽ നമ്മൾ പോകുന്നു. അപ്പൊ എന്താണ്, ലീക്ക് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് കിട്ടേണ്ട ആ കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞ ആ അമൃത് എന്ത് ചെയ്യും, അതിങ്ങനെ ലീക്കായി ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. അതല്ലേ നമ്മൾ ടാങ്കിലുള്ള വെള്ളം എങ്ങനെയാണ് തീരുന്നത്, പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ പൈപ്പ് പൊട്ടലും ലീക്കലും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കറണ്ട് ബില്ല് ഇങ്ങനെ വെറുതെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ. കാര്യം എപ്പോഴും മോട്ടർ ഇടേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എത്ര നാമം ജപിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ആ സംഭരണിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നതിന് പകരം അത് ലീക്കായി പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് ഈ 10 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട 10 ഉണ്ട്. നാമാപരാധങ്ങളിൽ പ്രധാനപ്പെട്ട 10 എഴുതിയിരിക്കുന്നത്. ഭക്തിരസാമൃത സിന്ധുവും അതുപോലെ തന്നെ ഉപദേശാമൃതവും ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഞെട്ടും നിങ്ങളൊക്കെ. ശ്രീല രൂപഗോസ്വാമിയുടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരത്തിലൊന്നും പോകണ്ട. ഈ 10 അവിടെ നിന്ന് അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ 10 പ്രധാനമായിട്ടുള്ള 10. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ തൊട്ട് ഈ തയ്യാറാകാനൊന്നും സമയം എടുക്കരുത്. കാര്യം ക്ലാസ് നീണ്ടുപോകുന്നതിന് ഭയങ്കര പരാതിയാണ് പലർക്കും. അത് കാരണം നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തയ്യാറായിട്ട് വരണം 2 പേര്, നാമാപരാധവും ശിക്ഷാഷ്ടകത്തിനായിട്ട്. ശിക്ഷാഷ്ടകം നിങ്ങൾ ഈ ഒരാഴ്ച സമയത്ത് യൂട്യൂബിൽ അത് കേട്ടിട്ട് അതിന്റെ ട്യൂണിനോട് കൂടി ചേർത്ത് നമ്മൾ ലിറിക്സ് വായിച്ച് പഠിക്കുക. അപ്പം വളരെ എളുപ്പമാകും അത്. അതിന്റെ ട്യൂൺ അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. നമ്മളിങ്ങനെ എന്തെങ്കിലും കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബിൽ അത് ശിക്ഷാഷ്ടകം ഓൺ ചെയ്തിട്ട് നമ്മൾ അത് കേട്ട് പഠിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം ഇത് പഠിക്കാൻ, ട്യൂണിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ട്യൂൺ ശരിക്കൊന്നും ആയില്ലെങ്കിലും നമ്മളതിങ്ങനെ കേട്ട് പഠിക്കുമ്പോൾ ശ്രവണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അടുത്ത ആഴ്ചയിൽ സതിമാതാജി എത്തുമോ അറിയില്ല. സതിമാതാജി ശിഷ്ടാഷ്ടകം ഞാൻ ചൊല്ലാം പ്രഭു. ശിഷ്ടാഷ്ടകം, പിന്നെ അടുത്തത് 10 അപരാധങ്ങൾ പത്മാമാതാജി. ഹരേ കൃഷ്ണ. മാതാജി ഏറ്റല്ലോ അല്ലേ? റെഡി ആയിട്ട് വരണം. ആ സമയത്ത് തപ്പാനായിട്ട് പോകരുത്. വൈഷ്ണവങ്ങൾ മറിച്ച് നോക്കാനുണ്ട്. റെഡി ആയിട്ടിരിക്കണം കേട്ടോ മാതാജി. ഹരേ കൃഷ്ണ. പത്മാമാതാജി ഏറ്റോ? ഏറ്റു. മറന്നു പോകും. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും മല്ലിക മാതാജിയോട് ഞാൻ എന്ത് പറഞ്ഞിരുന്നു, പക്ഷെ മല്ലിക മാതാജി മറന്നു പോയെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഓർമ്മ. ഞാൻ 2 പേരെ ഏൽപ്പിച്ചിരുന്നു. ആരൊക്കെയാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. സിബി മാതാജി, സിബിന്നോ അങ്ങോട്ട് പറഞ്ഞിട്ട് മാതാജി. അതെ, ആ മാതാജി ആയിരുന്നു. എന്നോട് അവര് മേടിച്ചു 10 പിന്നെ അപരാധങ്ങൾ എന്നോട് പിന്നെ യൂട്യൂബിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു, വാട്സപ്പിൽ. ഞാൻ ഇട്ട് കൊടുത്തു അന്ന് തന്നെ എന്നെ ഇവര് വിളിച്ചു. അയ്യോ മാതാജി എനിക്ക് അന്ന് തരുമോ? ഞാൻ പറഞ്ഞു അതിനെന്താ പറയാൻ ഇട്ട് കൊടുത്തു. എന്തെങ്കിലും അസൗകര്യമായിരിക്കും, അതായിരിക്കും. അതെ. അപ്പൊ സാരമില്ല. അപ്പം അടുത്ത ക്ലാസ്സിൽ അത് റെഡി ആയിട്ട് ബുക്കൊക്കെ തുറന്നു വെച്ചിരിക്കണം. ആ സമയത്ത് നമ്മളൊരു സംശയത്തിന് ഇട നൽകരുത്. 2 പേരും തയ്യാറായിട്ട് പോരുക. ഇനി അടുത്ത നമുക്ക് നമുക്ക് ഇനി നോക്കാനുള്ളത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം. ഗീതാവിഷയ സംഗ്രഹം ശ്ലോകം 46, 47, 48 ആണ്. അപ്പം ആ ശ്ലോകം ഒന്ന് നോക്കാം. യാവാനർത്ഥ ഉദപാനി സർവദ സംപ്ലുതോദകീ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതാം. യാവാനർത്ഥ ഉദപാനി സർവദഃ സംപ്ലുതോദകൈ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതാം. യാവാനർത്ഥ ഉദപാനി സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 46. യാവാനർത്ഥ ഉദപാനി സർവദഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട്. മാതാജി കാണുന്നില്ല. ഇനി വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉദപാനേ സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ഹരേ കൃഷ്ണ. സുജന മാതാജി. യാവാനർത്ഥ ഉദപാനേ സർവദാ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. സർവദ എല്ലായിടത്തും എല്ലാ പ്രകാരത്തിലും സംപ്ലുതോദക വെള്ളം നിറഞ്ഞിരിക്കുന്ന വലിയ തടാകമുള്ളപ്പോൾ ഉദപാനെ കിണറുകൊണ്ട് യാവാൻ എത്രമാത്രം അർത്ഥ പ്രയോജനമുണ്ടോ വിജാനതഃ ജ്ഞാനിയായ ബ്രാഹ്മണസ്യ പരബ്രഹ്മത്തെ അറിയുന്നവൻ അല്ലെങ്കിൽ ബ്രാഹ്മണന് സർവേഷു വേദേഷു എല്ലാ വേദങ്ങളിലും താവാൻ അത്രമാത്രം അല്ലെങ്കിൽ അർത്ഥ പ്രയോജനമുണ്ട്. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭുപാദ്. ഒരു കൊച്ചു കുളത്തിന്
നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയ ഒരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായതെന്തും അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നത് കൊണ്ട് നേടാവുന്നതാണ്. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സംശയം തോന്നാം അല്ലേ? അപ്പം നമുക്കത് വിശദമായിട്ട് എന്താണെന്ന് നോക്കും. ഒരു കൊച്ചു കുളത്തിന് നിർവഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ? കുളത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും? നമുക്ക് ഇറങ്ങി കുളിക്കാം, വേണമെങ്കിൽ തുണി നനയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ആ വെള്ളം പല കൃഷിക്കോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നിർവഹിക്കാം? ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം അല്ലെ? ഒരു വലിയ ജലസംഭരണി കൊണ്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കാൻ സാധിക്കും. അതുപോലെ വേദങ്ങളിൽ ഉദ്ദിഷ്ടമായത് എന്തും അവയുടെ ഉൾപ്പൊരുൾ അറിയുന്നത് കൊണ്ട് നേടാവുന്നതാണ്. വേദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മഹാ ജലസംഭരണി പോലെ നമുക്ക് കൂട്ടാം അല്ലെ? ആ ജലസംഭരണി കൊണ്ട് അത്രയ്ക്കും വലിയ നോളജാണ് അതിൻ്റെ തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള എന്താണെന്ന് അറിയാനായിട്ട് അതിലെ അർത്ഥം അല്ലെങ്കിൽ പൊരുൾ അറിഞ്ഞാൽ മാത്രം മതി. വേദങ്ങളുടെ അന്ത്യം എന്താണ്? ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. വേദാന്ത്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയുക. വേദങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. വേദങ്ങളൊക്കെ അമ്മയായിട്ട് കരുതുവാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ആരാണെങ്കിൽ ഭഗവാൻ ആരാണെന്ന് ഗൈഡ് ചെയ്യും അല്ലേ? പേര് മാത്രം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പേര് പറയുന്നത് എവിടെയാണ്? ആരാണ് ഭഗവാൻ എന്ന് എവിടെയാ പറയുന്നത്? ഭഗവാൻ ആരാണ്? ഭഗവാൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആരാണ് ഭഗവാൻ എന്ന് പറയുന്നില്ല അവിടെ വേദങ്ങളിലൊന്നും. അതുകൊണ്ട് ഈ വേദങ്ങളൊന്നും എഴുതിയിട്ട് വേദവ്യാസന് എന്താണ് ഭയങ്കര ഡിപ്രഷൻ അനുഭവപ്പെട്ടു. മൗഢ്യമായിട്ടിരുന്നു, യാതൊരു സന്തോഷവും ഇല്ലാതെ വളരെ ദുഃഖിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഉപദേശം കിട്ടി അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ഗുരു ആരാണ്? വേദവ്യാസന്റെ നാരദ മഹർഷി പറഞ്ഞത് എന്താണ്? ഭഗവാന് ഭഗവാൻ സംതൃപ്തി ഇല്ല, അതുകൊണ്ടാണ് നിനക്കും സംതൃപ്തി വരാത്തതെന്ന്. ഇതിനകത്ത് ഭഗവാന്റെ കാര്യം ഒന്നും എഴുതിയിട്ടില്ല, ഭഗവാന്റെ ലീലകളോ ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് സംതൃപ്തി വരാത്തതെന്ന് പറഞ്ഞു. അപ്പം സാക്ഷാൽ ഭഗവാൻ ആരാണ് എന്ന് മാത്രം വേദങ്ങളിലത് പറഞ്ഞിട്ടില്ല. എന്തൊക്കെ ക്രിയകൾ ചെയ്യണം, കർമ്മങ്ങൾ ചെയ്യണം, ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള യജ്ഞങ്ങള്, അതുപോലുള്ള എല്ലാ കർമ്മകാണ്ഡങ്ങളിലുള്ള എല്ലാ സംഭവങ്ങളും വിവരിച്ചിട്ടുണ്ട് അല്ലെ? മോക്ഷം കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഭഗവാൻ എന്നും ഭഗവാൻ ചെയ്ത കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വേദത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ്? സാക്ഷാൽ ഭഗവാനെ പറ്റി എഴുതി കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് വേദങ്ങളിലെ കാര്യങ്ങൾക്ക് പോവരുതെന്നാ പറഞ്ഞത്. അതിനകത്ത് ഫലോദിഷ്ട കർമ്മങ്ങളെല്ലാം കിടക്കുന്നെന്ന്, എല്ലാം ചെയ്ത് ഭൗതികത്തിലെ നേടുവാന്ന്. അപ്പൊ വേദങ്ങളുടെ പുറകെ പോവരുതെന്നാ പറയുന്നത്. അതുകൊണ്ടല്ലേ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. അത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. പുരുഷാർത്ഥങ്ങളെ പറ്റിയുള്ളൂ പറയുന്നുള്ളൂ വേദങ്ങളിലെല്ലാം തന്നെ. അതിലുപരിയായിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് നാരദ മുനിയുടെ ഉപദേശത്താൽ വേദവ്യാസൻ എന്ത് ചെയ്തു? സാക്ഷാൽ ഭഗവാനെ പറ്റി എഴുതി. സന്തോഷമില്ല, കാര്യം അതിൻ്റെ അകത്തൊന്നും പൊട്ടൻസി ഇല്ല. കാര്യം എല്ലാ ഫലോദിഷ്ട കർമ്മങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരികയല്ലേ? ഈ ധർമ്മാർത്ഥം കാമമോക്ഷത്തിൽ കിടന്നിങ്ങനെ കറങ്ങേണ്ടി വരും, ജനിച്ചും മരിച്ചും. അതുപോലെ മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ കാമം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എവിടെയാ മോക്ഷം കിട്ടുന്നത്? ഈ കാമം തീരുന്നുണ്ടോ? മരിക്കാറായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്കും എന്താണ് വീണ്ടും വീണ്ടും ഇവിടെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. അതായത് ഞാൻ ഇന്നൊരു കഥ കേട്ടായിരുന്നു രാവിലെ ഭാഗവതം ക്ലാസ്സിൽ. മാതാജി പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന മാതാജി ആയിരിക്കും, സാവിത്രി കേശവിദാസി മാതാജി. സതി മാതാജിക്ക് അറിയാമായിരിക്കും. സിബി മാതാജി എന്ന് പറയും. അപ്പൊ ആ മാതാജി ആയിരുന്നു രാവിലെ ഭാഗവതം എടുത്തത്. ഭാഗവതം ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞതാണ്. ഒരു അമ്മ ഇങ്ങനെ അമ്പലത്തിൽ വരാറുണ്ടായിരുന്നു. നാട്ടുമ്പുറത്തുള്ള ചെറിയ അമ്പലമാണ്. അപ്പൊ ആ അമ്പലത്തിൽ വരുമ്പോഴത്തേന് അവിടുത്തെ തിരുമേനി ഇതുപോലെ ബസ് കയറി വേണം പോകാനായിട്ട്. ദൂര സ്ഥലത്തേക്ക് കുറച്ച് വണ്ടി കയറി പോകാനുണ്ട്. അപ്പൊ അങ്ങനെ ഈ അമ്മ എന്ത് ചെയ്യും? എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ, എൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ ഒന്ന് ഒടുക്കിയിട്ട് നീ എന്നെ അങ്ങ് വിളിച്ചേക്കണേ, എന്നെ അങ്ങ് കൊണ്ടുപോകണേ എന്നൊക്കെ പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കും. ഉറക്കെ വന്ന് പ്രാർത്ഥിക്കും അമ്പലത്തിൽ വന്നിട്ട്. വൈകുന്നേരം വരികയാണ്. മിക്കവാറും തിരുമേനിക്ക് ലാസ്റ്റ് ബസ് പോകും. ഈ അമ്മയെ നോക്കിയിരുന്നിരുന്ന ഞാൻ നിങ്ങൾക്ക് നേരത്തെ വരരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മിയ മാതാജി ഓരോരുത്തരും വഴക്ക് പറയുന്നെന്ന് പറഞ്ഞ പോലെ, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്നും മാറത്തില്ല, കുറച്ച് നേരത്തെ വന്നുകൂടെ, ഒരു 10 മിനിറ്റ് നേരത്തെ വന്നുകൂടെ, എൻ്റെ ബസ് പോകും, ഞാൻ പിന്നെ എന്താണ് ഓട്ടോയൊക്കെ വിളിച്ച് ആരുടെയും സ്കൂട്ടറിനൊക്കെ കൈ കാണിച്ച് നിർത്തി വേണ്ടേ പോകാൻ എന്നൊക്കെ പറഞ്ഞ് തിരുമേനി എല്ലാ ദിവസവും വഴക്ക് പറയും. എത്ര വഴക്ക് പറഞ്ഞാലും ഇവര് ഒരു ദിവസം പോലും വരാതിരിക്കത്തില്ല. വന്നു കഴിഞ്ഞാൽ ഇത് സ്ഥിരം പല്ലവിയാണ്.
അപ്പൊ തിരുമേനിക്ക് എന്ത് ചെയ്യും, മിക്കവാറും ദിവസങ്ങളിൽ വണ്ടി പോകും. കാര്യം തിരുമേനിക്ക് നട അടച്ചിട്ട് പോയാൽ ഇവർക്കിട്ട് 2 ദിവസം പണി കൊടുത്താലോ എന്നൊക്കെ തിരുമേനിക്ക് തോന്നി. ഇവർക്കിട്ട് പണി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭഗവാൻ നമുക്കിട്ട് പണി തന്നാലോ എന്നൊരു പേടിയുണ്ട്. കാര്യം ഇവര് ഭയങ്കര ഭക്തയാണ് എന്ന് തിരുമേനിക്ക് തോന്നി. കാര്യം വന്നു കഴിഞ്ഞിട്ട് വേറൊന്നും പ്രാർത്ഥിക്കുന്നില്ല. എന്റെ പ്രാരാബ്ധങ്ങളൊക്കെ വെച്ച് നീ എന്നെ അങ്ങ് കൊണ്ടുപോകണേ, എനിക്ക് നിന്റെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ടേ, അപ്പൊ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും ഈ വിലാപം തന്നെയാണ്. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേനും എന്ത് ചെയ്തു, തിരുമേനി വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഞാൻ ഈ കാണിച്ച് തലകുത്തി മറിഞ്ഞ് ജപസ് ചെയ്താൽ ഇവര് നേരെ ചൊവ്വേ സമയത്തൊന്നും ക്ഷേത്രത്തിൽ വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം, ക്ഷേത്രത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാനൊരു സൂത്രം പ്രയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ഒരു പക്ഷെ ഇവർ നന്നായേക്കും എന്ന് വിചാരിച്ചിട്ട് ശ്രീകോവിലിന്റെ അകത്ത് കയറിയിരുന്നു. അകത്ത് കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് നോക്കിയപ്പോൾ തിരുമേനിയെ കണ്ടില്ല. ഇവർ ആദ്യം ഭഗവാന്റെ അടുക്കലല്ലേ പരാതി പറയുന്നത്. പിന്നെ തിരുമേനി ഇങ്ങനെ താക്കോലുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ പോകാനായിട്ട്, പൂട്ടിയിട്ട് ഇവർ തൊഴുതിട്ട് ഇവരുടെ ഈ ഏറ്റം പറച്ചിൽ പറഞ്ഞിട്ട് പോകട്ടെ എന്ന് വെച്ച് തിരുമേനി ഇങ്ങനെ പൂട്ടാനായിട്ട് നോക്കിയിരിക്കുക അമ്പലം. കാര്യം വേറെ ആരും വരുന്നില്ല. നാട്ടിൻപുറത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഇന്ന് 1-2 പേര് വന്നാലായി. ക്ഷേത്രങ്ങളിലൊക്കെ ദീപാരാധനയ്ക്കൊന്നും ആളേ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മിക്കവാറും ക്ഷേത്രങ്ങളിൽ. മിക്കവാറും തിരുമേനി, ഞങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ തിരുമേനി മാത്രമേ ഉള്ളൂ, ദീപാരാധനയ്ക്കുമല്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇവരോടൊപ്പം ഇത് അകത്ത് നിന്ന് തിരുമേനി എന്ത് ചെയ്തു, അവിടെ ഒളിഞ്ഞിരുന്നിട്ട് തിരുമേനി പറഞ്ഞു, ഭക്തേ, നിന്റെ പ്രാർത്ഥനകളൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു, അതെല്ലാം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. നാളെ വൈകുണ്ഠത്തിന് പോകാനായിട്ട് റെഡി ആയിട്ട് വരൂ. നാളെ കൃത്യസമയത്ത്, അതായത് 8:30-ക്കാണ് നട അടയ്ക്കുന്നതിന്, അതിനൊരു 10 മിനിറ്റ് മുൻപേ എത്തിച്ചേരൂ. നിനക്ക് വൈകുണ്ഠ ലോകപ്രാപ്തി ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അയ്യോ ഭഗവാനെ, വൈകുണ്ഠ ലോകപ്രാപ്തിയോ, നാളെയോ, എനിക്കോ എന്ന് പറഞ്ഞ് ഇവർക്ക് ആകെ അതിശയായി പോയി. ഭഗവാൻ പറയുന്ന പോലെ തോന്നി. കാര്യം അത്രയും നാളും ഇത്രയും ഇതൊക്കെ പറഞ്ഞിട്ടും ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. യാതൊരു അവരുടെ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടായാലും ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇവർ, അയ്യോ ഭഗവാൻ പറഞ്ഞോ നാളെ എനിക്ക് വൈകുണ്ഠത്തിന് പോകണല്ലോ. എന്നിട്ട് ഈ ചിന്തയോട് കൂടി ഇവര് എന്ത് ചെയ്തു, ഇവര് തൊഴുത് പൂർത്തിയാക്കിയില്ലെന്ന് പോലും അറിയത്തില്ല, പ്രദക്ഷിണം ചെയ്തതെന്ന് അറിയത്തില്ല. ഇവര് നാളെ വൈകുണ്ഠത്തിന് പോകണല്ലോ എന്നുള്ള ചിന്തയോട് കൂടി വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തിരുമേനി നോക്കി, 8:30 വരെ നോക്കി. 8:30 വരെ നോക്കിയിട്ട് 10 മിനിറ്റ് കൂടെ നോക്കിയൊക്കെ വണ്ടി പോയാലും വേണ്ടില്ല, ഭക്തല്ല, വൈകുണ്ഠത്തിന് പോകേണ്ടതല്ലേ, അപ്പൊ എന്തായാലും വരാതിരിക്കത്തില്ലല്ലോ. നേരത്തെ 10 മിനിറ്റ് മുൻപേ വരണമെന്നാണ് പറഞ്ഞത്. പക്ഷെ 10 മിനിറ്റ് മുൻപേ വന്നില്ലെങ്കിലും ഭഗവാൻ പറഞ്ഞല്ലേ എന്ന് അവര് വിചാരിച്ചുകൊണ്ട് കൃത്യസമയത്തെങ്കിലും എത്തിയേക്കാം. തിരുമേനി നോക്കിയിരുന്നു, തിരുമേനി തോറ്റുപോയി, വന്നില്ല. പിറ്റേ ദിവസം നോക്കിയിരുന്നു, വന്നില്ല. അതിന്റെ പിറ്റേ ദിവസം നോക്കിയിരുന്നു, വന്നില്ല. ഇനി എങ്ങാനും വൈകുണ്ഠത്തിൽ എങ്ങാനും പോയോ ഇവര്, അറ്റാക്ക് എങ്ങാനും വന്ന് പോയോ ഇനി? കാര്യം ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു ഭഗവാനാണെന്ന് വിചാരിച്ചിട്ട് ഇവര് നേരെ ഇനി വൈകുണ്ഠത്തിലേക്ക് പോയോ എന്ന് വിചാരിച്ച് ആരോ ഈ കഴകക്കാരൊക്കെ ആയിട്ട് ഇവരെ പറ്റി അന്വേഷിക്കാനായിട്ട് ഒക്കെ തിരുമേനി തീരുമാനിച്ചു. ഇവരെന്താണ്, ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവര് നാട്ടിലൊക്കെ എല്ലാവരോടും പറഞ്ഞത്, ഞാൻ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അശരീരി കേട്ടു, ഭഗവാന്റെ അടുക്കൽ നിന്ന് വൈകുണ്ഠത്തിന് പോരൂ, തയ്യാറായി ഇരുന്നോളൂ, എൻ്റെ അടുത്തേക്ക് കൃത്യസമയത്ത് വരൂ, 10 മിനിറ്റ് മുൻപേ വരൂ, നട അടയ്ക്കുന്നതിന് മുൻപേ നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോയേക്കാം എന്ന് ഭഗവാനോട് പറഞ്ഞു. അപ്പൊ ഈ കലിയുഗത്തിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരാളും വിശ്വസിക്കത്തില്ല. അപ്പൊ അവരെന്ത് വിചാരിച്ചു, എനിക്ക് വൈകുണ്ഠത്തിൽ പോകാൻ സമയമായോ, എൻ്റെ കൊച്ചുമക്കളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുക. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭു ഇത് സൗണ്ട് കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്റെ നെറ്റിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എല്ലാവർക്കും അതുപോലെയാണെന്ന് അറിയില്ല. സൗണ്ട് കുറവാണ് ഭയങ്കര. കേൾക്കുന്നുണ്ട് പ്രഭു മാതാജി. 100-ലാണ് മാതാജി സ്പീക്കർ കിടക്കുന്നത്, മൈക്രോഫോൺ. കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എല്ലാരും കൈ പൊക്കി കേൾക്കുന്നുണ്ടോ? അവർക്ക് കേൾക്കുന്നു. കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ എന്റെ ഫോണിന്റെ കുഴപ്പം. അതെ. അപ്പൊ എന്ത് വിചാരിച്ചു ഇവര്? അപ്പം വിചാരിച്ചു ക്ഷേത്രത്തിലേക്ക് ചെന്നാലല്ലേ വൈകുണ്ഠത്തിൽ പോവുള്ളൂ, അതുകൊണ്ട് ഇനി ക്ഷേത്രത്തിൽ പോകണ്ട, എനിക്ക് പോകാറായിട്ടില്ല. കാര്യം എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എനിക്ക് അത് തീർക്കാനുണ്ട്, ഇത് തീർക്കാനുണ്ട്. എന്താ പറഞ്ഞ, ഈ വീടൊന്ന് പുതുക്കി പണിയണമെന്ന് വിചാരിച്ചു, കൊച്ചുമോനോട് പറഞ്ഞിട്ട് ചെയ്തില്ല. അതുപോലെ അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളും എല്ലാം അവരങ്ങ് ആലോചിച്ച്, ഇനി ക്ഷേത്രത്തിൽ പോയാൽ വൈകുണ്ഠത്തിൽ പോകേണ്ടി വരുമോ? പിന്നെ എൻ്റെ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവിടെ കിടക്കല്ലേ. അപ്പൊ ഈ കാമം, ധർമാർത്ഥം കാമം,
ഈ കാമം എന്ന് പറയുന്ന ഉള്ളത് കൊണ്ട് തിരിച്ച് നമുക്ക് മോക്ഷം കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. മോക്ഷത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം കാമം വീണ്ടും വീണ്ടും കിടക്കുകയാണ്. അത്രയും വയസ്സായിട്ട് 85 വയസ്സായിട്ടും അവർക്ക് എന്താണ് ഭഗവാൻ നേരിട്ട് വിളിച്ചു എന്ന് തന്നെ അവർക്ക് തോന്നി അല്ലേ? അവർ തിരുമേനി ഒളിഞ്ഞിരുന്ന് പറയുന്നതാണെന്ന് അവർക്ക് ഒരിക്കലും തോന്നിയില്ല. അവർ ഭഗവാൻ തന്നെ പറയുന്നതെന്ന് വിചാരിച്ചു. ഭഗവാൻ ഇപ്പം നേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ ആരും പോകാൻ തയ്യാറല്ല. നമുക്ക് ഇപ്പോഴും കഷ്ടത്തില് എന്താണ് സാധനം ഇരിക്കുന്നത്. നമുക്ക് ഉത്തരത്തിലുള്ള എടുക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ? ഭഗവാൻ നേരിട്ട് വിളിച്ചു. നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ ഇതാണ്. നമ്മളെല്ലാവരും പറയും എനിക്ക് മോക്ഷം മതി, എനിക്ക് ഇനി ഒന്നും വേണ്ട. ജ്ഞാനാമയാവന്തേജ് പറഞ്ഞു ഭഗവാൻ ഇപ്പം വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാവുമെന്ന് പറയും. പക്ഷെ ഭഗവാൻ നേരിട്ട് വന്ന് വിളിച്ചാൽ പറയും എൻ്റെ തിരുമേനി ഞാൻ 4 ക്ലാസ് ഉണ്ട്, എനിക്ക് ആ ക്ലാസ് എൻ്റെ ഭഗവാൻ എൻ്റെ 4 ക്ലാസ് മുടങ്ങും. ഞാൻ അങ്ങനെ എൻ്റെ മോൻ അമേരിക്കയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കണ്ടിട്ട് ഞാൻ പോന്നാൽ മതിയില്ലേ? അപ്പൊ ഭഗവാൻ പറയും ഓക്കെ എന്നാ അതെല്ലാം കഴിഞ്ഞ് നീ നിനക്ക് തോന്നുന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. ജ്ഞാനാമയ മാതാജി ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ഞാനൊരു തമാശക്കായിട്ട്. നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ ഇതാണ് അല്ലേ? അപ്പം തെറ്റിദ്ധരിച്ചിട്ട് പോലും ഭഗവാനാണ് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് പോലും അവർക്ക് എന്താണ് പറയുന്നത്, മോക്ഷത്തിനുള്ള മാർഗം ഇതാണ്. ഭഗവാൻ നേരിട്ട് വിളിച്ചാലും നമുക്ക് പോകാനായിട്ട് താല്പര്യമില്ല. നമുക്ക് ഇവിടെ വീണ്ടും ഭൗതിക ലോകത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കാനായിട്ടാണ് താല്പര്യം. അതായത് എത്ര വയസ്സായി പോയി എണീക്കാൻ പറ്റാതെ, അതായത് എന്താ പറയുന്നത്, ഈ അടകിടപ്പിൽ ഒരു 10 വർഷമായിട്ട് തളർച്ചയിൽ കിടക്കുന്ന ആൾക്കാർക്കും വീണ്ടും അവർക്ക് ഇവിടെ തന്നെ എണീറ്റ് നടന്ന് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെന്ന് അവരുടെ ആഗ്രഹം. ഒരിക്കലും അവർക്ക് മരിച്ച് മുകളിലോട്ട് പോകണം, ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള താല്പര്യമില്ല. തളർന്ന് 10 വർഷം കിടക്കുന്ന ആൾക്കാർ ചിലപ്പം പുറമേ പറയായിരിക്കും എന്നെ എങ്ങനെയൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഈ കഷ്ടപ്പാടിൽ നിന്ന് പറയും. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ അന്തരംഗം, അതായത് ആത്മാവ് ആത്മാവിന്റെ കൂടെയുള്ള അവബോധം അവരെ അനുവദിക്കത്തില്ല. അതിനാ വീണ്ടും 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 മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം വീണ്ടും 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 ഇവിടെ ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന് സുഖിക്കണം. അതേപോലെ മക്കളുടെയും കൊച്ചുമക്കളുടെ കൂടെ ഒക്കെ ഇരുന്ന് എൻജോയ് ചെയ്യണം, അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് കുറെ കാലം എനിക്ക് ജീവിച്ചിരിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുകയാണ് അല്ലെ? അങ്ങനെയുള്ള ഈ അറ്റാച്ച്മെന്റ് കാരണം, ഈ കാമം കാരണം നമുക്ക് എന്താ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാണ്ട് പറ്റുന്നില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാവാർത്ഥം എന്താണ് പറയുന്നത്? പത്മ മാതാജി എന്ന് വായിച്ചേ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. വൈദിക സാഹിത്യത്തിന്റെ കർമ്മകാണ്ഡ വിഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചടങ്ങുകളും യജ്ഞങ്ങളുമെല്ലാം ക്രമികമായ ആത്മസാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളവയാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ ഉദ്ദേശമെന്തെന്ന് ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സർവപ്രപഞ്ചത്തിന് മൂലകാരണമായ കൃഷ്ണനെ കുറിച്ച് ബോധമുളവാക്കലാണ് വേദപഠനത്തിന്റെ ഉദ്ദേശം. ഭഗവത്ഗീത 15:15. അപ്പോൾ ആത്മസാക്ഷാത്കാരം എന്നാൽ കൃഷ്ണനെയും കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധത്തെയും കുറിച്ച് അറിയുകയാണ്. ജീവാത്മാക്കൾക്ക് കൃഷ്ണനോടുള്ള ബന്ധത്തെയും ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ സ്പർശിക്കുന്നുണ്ട്. ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ അംശങ്ങൾ തന്നെ. അതുകൊണ്ട് വ്യക്തിഗത ജീവാത്മാവിൽ കൃഷ്ണാവബോധത്തിന്റെ പുനരുദ്ധാരണമാണ് വൈദിക വിജ്ഞാനത്തിന്റെ പരമകാഷ്ഠ. ഭാഗവതത്തിൽ 3:33-7 പറയുന്നതനുസരിച്ച് അഹോബദശപജോതോ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം തേ പുസ്തപസ്തേ ജുഹൂവു സ്തനുരാര്യ ബ്രഹ്മാനുചൂർ നാമ ഗൃണന്തിയേതേ. ഭഗവാന് അവിടുത്തെ തിരുനാമം സദാ ജപിക്കുന്നവൻ ചണ്ഡാലകുലത്തിലാണ് പിറന്നതെങ്കിൽ കൂടി ആത്മസാക്ഷാത്കാരത്തിന്റെ അത്യുന്നത നിലയിൽ എത്തിയിരിക്കുന്നു. അത്തരം ഒരാൾ എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും സ്നാനം കഴിച്ച ശേഷം പലതവണ വൈദിക സാഹിത്യങ്ങൾ വായിക്കുകയും വേദനിർദ്ദിഷ്ടങ്ങളായ സകല തപോയജ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. അയാൾ ആര്യന്മാരിൽ ഉത്തമനായി കരുതപ്പെടും. കേവലം ചടങ്ങുകളിൽ തന്നെ പിടിച്ചു തൂങ്ങാതെ വേദങ്ങളുടെ ഉദ്ദേശം എന്തെന്ന് ഗ്രഹിക്കാൻ തക്ക ബുദ്ധിശക്തി മനുഷ്യനുണ്ടാവണം. കൂടിയ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി സ്വർഗലോകത്തിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുകയും വേണം. വേദോക്ത ക്രിയകളിൽ നിർദ്ദിഷ്ടങ്ങളായ നിബന്ധനകൾ അനുസരിക്കുന്നതിനും വേദാന്തവും ഉപനിഷത്തുകളും ഉൾക്കൊള്ളുന്ന പ്രമാണങ്ങളെല്ലാം പഠിക്കുന്നതിനും ഇക്കാലത്തെ സാധാരണ മനുഷ്യന് സാധ്യമല്ല. വേദോദ്ദിഷ്ടമായതെല്ലാം നിറവേറ്റാൻ ഒട്ടേറെ സമയവും ശക്തിയും ജ്ഞാനവും വിഭവങ്ങളും ആവശ്യമുണ്ട്. ഇന്ന് അതെല്ലാം അസാധ്യമാണ്. എന്നാൽ പതിതാത്മാക്കൾക്കെല്ലാം വിമോചകനായ
ശ്രീ ചൈതന്യ മഹാപ്രഭു ഉപദേശിക്കുന്നത് പോലെ ഭഗവാന്റെ തിരുനാമം ഉരുവിടുന്നത് കൊണ്ട് തന്നെ വൈദിക സംസ്കാരത്തിന്റെ പരമോദ്ദേശം നിറവേറ്റപ്പെടും. ഒരു വിശിഷ്ട വേദപണ്ഡിതനായ പ്രകാശാനന്ദ സരസ്വതി ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിക്കുകയുണ്ടായി, അങ്ങ് വേദാന്ത സിദ്ധാന്തം പഠിക്കുന്നതിന് പകരം ഒരു വികാര ജീവിയെ പോലെ ഭഗവത്നാമം പാടിക്കൊണ്ട് നടക്കുന്നത് എന്തിനാണ് എന്ന്. മറുപടി ഇതായിരുന്നു, എൻ്റെ ഗുരുവിന് ഞാനൊരു പരമവിഡ്ഢിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കൃഷ്ണ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊള്ളാൻ ഉപദേശിച്ചു. അങ്ങനെ ചെയ്ത് ഞാനൊരു ഭ്രാന്തനെ പോലെ വികാരവിഷ്ടനായി. ഈ കലിയുഗത്തിൽ ജനങ്ങൾ പ്രായേണ മൂഢന്മാരാണ്. വേദാന്തം മനസ്സിലാക്കാൻ വേണ്ടുന്നത്ര വിദ്യാഭ്യാസം അവർക്കില്ല. വേദാന്തത്തിന്റെ പരമോദ്ദേശം അപരാധമിന്യേ ഭഗവത് നാമം ഉരുവിടുന്നത് കൊണ്ട് തന്നെ നിറവേറുന്നുണ്ട്. വൈദിക ജ്ഞാനത്തിന്റെ ഉച്ചകോടിയാണ് വേദാന്തം. അതിന്റെ സൃഷ്ടാവും ജ്ഞാതാവും കൃഷ്ണ ഭഗവാൻ തന്നെ. ഭഗവത് നാമ ജപത്തിൽ പരമാനന്ദം കൊള്ളുന്നവനാണ് ഉത്തമനായ വേദാന്തി. വൈദിക രഹസ്യത്തിന്റെ അന്തിമ ലക്ഷ്യം അതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ ഉത്തമനായ വേദാന്തി അല്ലെങ്കിൽ വൈദിക രഹസ്യത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണ്? ഭഗവൻ നാമത്തിൽ പരമാനന്ദം കൊള്ളുന്നവൻ. അപ്പൊ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലോദിഷ്ടമായിട്ടുള്ള, ജ്ഞാനാംബിക മാതാജി മുമ്പേ സൂചിപ്പിച്ചതുപോലെ, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ ഫലോദിഷ്ട കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് യാഗങ്ങളും കർമ്മങ്ങളും എല്ലാം ഉപദേശിച്ചിട്ടുണ്ട്. അശ്വമേധ യാഗം ചെയ്ത് കഴിഞ്ഞാൽ 100 അശ്വമേധം യാഗം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇന്ദ്രനാകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കർമ്മങ്ങള്, പൂജകള്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിതൃവിന് വേണ്ടി എന്ത് ചെയ്യണം, മരിച്ചു കഴിഞ്ഞാലുള്ള ചടങ്ങുകൾ എത്ര ദിവസം ചെയ്യണം, 13 ദിവസം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിതൃവിന് പിണ്ടം വെക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഈ പിതൃവിന്റെ സഞ്ചാരം, അതുപോലെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പുത്രൻ പുന്നാക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എങ്ങനെ മോചനം നേറ്റി വിടുന്നു, അത് കഴിഞ്ഞിട്ട് ശ്രാദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്, പുംസവനം, സേകം, പിന്നെ എന്താണ് പറയുന്നത്, ഗർഭസംസ്കാരം, അങ്ങനെ വേണ്ട അതുപോലെ വിവാഹ കർമ്മങ്ങള്, അങ്ങനെ ഒരു ഒട്ടനവധി കാര്യങ്ങളെ പറ്റി വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെത്രയാണ്? വളരെ സമയം എടുക്കും ഇത് പഠിക്കാനായിട്ട്. ഒരുപാട് ജ്ഞാനവും ബുദ്ധിയൊക്കെ വേണം ഇത് മനസ്സിലാക്കാനായിട്ട്. അപ്പം അതിന്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഫലോദിഷ്ടി കർമ്മങ്ങളിൽ കുടുങ്ങി നമ്മൾ അവിടെ കിടക്കും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ എന്നോട് ഒരാള് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ വേദാധീനത്തിലൊന്നും ഇത് എന്താണ് പറയുന്നത്, ഇങ്ങനെ തൽപരനല്ലാതെ ഇങ്ങനെ എന്താണ് പറയുന്നത്, നാമജപവും പാടി ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്, എൻ്റെ ഗുരു എനിക്ക് ഹരേകൃഷ്ണ മഹാമന്ത്ര ജപം മാത്രം പറഞ്ഞു തന്നു, ഞാനൊരു പരമവിഡ്ഢി ആയതുകൊണ്ട്. കാര്യം കലിയുഗത്തിലെ ആൾക്കാരൊക്കെ എന്താണ്, പരമവിഡ്ഢികളാണല്ലേ. കാര്യം എന്താണ്, മന്ദമതികളാണല്ലേ. ഭാഗവതം തന്നെ പറയുന്നുണ്ട് നമ്മളൊക്കെ മന്ദമതികളാണ്. ഒന്നാമത്തെ കാര്യം ഓർമ്മയില്ല. ഇന്ന് പറഞ്ഞ കാര്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓർമ്മയില്ല അല്ലേ. പിന്നെ മറ്റൊരാളുടെ പരമാവധി കുറ്റം പറയാനും മറ്റുള്ള അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രമിക്കാനാണ് നമ്മളുടെ താല്പര്യങ്ങൾ മുഴുവനും മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് അല്ലേ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങളിൽ വിശ്വാസമില്ലായ്മ, ഇതൊക്കെ പറഞ്ഞ് നേരാണോ? ഭഗവാൻ ഗോവർദ്ധന ഉയർത്തി, ഭഗവാൻ വാ വിളിച്ചപ്പോഴത്തേന് എന്താ പറയുന്നത്, ബ്രഹ്മാണ്ടങ്ങൾ കണ്ടോ? നമ്മൾ ഭാഗവത ആചാര്യന്മാര് എന്ന് പറയുന്ന സോക്കോൾഡ് ആചാര്യന്മാരൊക്കെ നമ്മളുടെ നാട്ടിൽ ക്ഷേത്രത്തിലൊക്കെ വന്ന് എന്ത് ചെയ്തു, 7 ദിവസം ഭയങ്കര ഗംഭീരമായിട്ട് സപ്താഹം നടത്തിയിട്ട് പറയാണ് എന്താണ്, ഭഗവാൻ വാ പൊളിച്ച് ഗോവർദ്ധനം അല്ല ഇത് ബ്രഹ്മാണ്ടങ്ങൾ അതിനുള്ളിൽ കണ്ടതെന്ന് സങ്കല്പം മാത്രമാണെന്ന് കരുതിയാൽ മതി. അതൊരു കഥയായിട്ട് വിചാരിക്കൂ. അപ്പൊ അതെന്താ, ഭഗവാൻ അങ്ങനെ വാ പൊളിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടങ്ങൾ കാണാൻ പറ്റില്ലേ? നമ്മളപ്പോഴാ ഒരു ഭക്തന്റെ കഥ അറിയാവുന്ന അല്ലേ. വൈകുണ്ഠത്തിൽ ഭഗവാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നാരദമുനി പറഞ്ഞു, ഭഗവാൻ ഒരു സൂചികത്തോടെ ഒരു ആനയെ കോർത്തുകൊണ്ടിരിക്കുക എന്നുള്ള ആ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം ഭഗവാന് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, ഒരു ചെരുപ്പ് കുത്തിക്ക് എന്താണ് അതിന്റെ ജ്ഞാനമാണ്. ഭഗവാന് ചെയ്യാൻ പറ്റാത്തതായിട്ട് യാതൊരു കാര്യവുമില്ലല്ലേ. അപ്പൊ എന്താണ്, വിശ്വാസം വേണം. നമുക്ക് ആ വിശ്വാസം ഇല്ല. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു എന്താണ്, ഞാനൊരു പമ്പര വിഡ്ഢി ആയതുകൊണ്ട് എൻ്റെ ഗുരു എനിക്ക് ഹരേകൃഷ്ണ മഹാമന്ത്ര ജപം മാത്രമാണ് ഉപദേശിച്ചു തന്നത്. കാര്യം നമ്മളെ പോലെയുള്ള പമ്പര വിഡ്ഢികൾക്ക് വേറെ എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? വേദങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും? സംസ്കൃതം വായിക്കാൻ അറിയാവോ? പഠിച്ചു കഴിഞ്ഞാൽ തലയിലേക്ക് കയറുവോ? അതുപോലെ തന്നെ അതിന്റെ ഉച്ചാരണം, നമുക്കൊരു ശിക്ഷാഷ്ടകം പോലെ നേരെ ചൊവ്വേ എന്താ പറയുന്ന അത് ട്യൂണിലോ അതിന്റെ അക്ഷരം തെറ്റാതെയോ പറയാനായിട്ട് പറ്റുന്നില്ല അല്ലേ. അപ്പം അദർശന മർമ്മഹതാം കരോതുവ, അവിടെയൊക്കെ തന്നെ നമ്മൾ പറയുമ്പോഴത്തേനും എത്ര നാള് പറഞ്ഞു പഠിച്ചിട്ടാണ് നമുക്കൊന്ന് പറയാനായിട്ട് പറ്റുന്നത് അല്ലേ. ന ധനം ന ജനം ന സുന്ദരീം കവിതാം വ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവദാത് ഭക്തിരഹൈതുകീ ത്വയി ഐനന്ദതനൂജകിങ്കരം പതിതാമ്മ
വിഷമീ ഭവാംബുദൗ കൃപയാ തവ പാദപങ്കജ സ്ഥിതധൂളീ സദൃശ്യം വിചിന്തയാം. നയനം ഗളദശ്രുതാരയാ വദനം ഗദ്ഗദരുദ്ധയാ ഗിരാ പുളകൈർനിജിതം വപു കഥാ തവ നാമഗ്രഹണേ ഭവിഷ്യതി. അതായത് നിന്റെ നാമം ഗ്രഹിക്കുമ്പോൾ എനിക്കെന്താണ്, എൻ്റെ കണ്ണിൽ കൂടെ ധാരധാരയായിട്ട് വരുന്നുണ്ടോ വെള്ളം? ആർക്കാ വരുന്നത്? നമുക്ക് ആർക്കും വരുന്നില്ല അല്ലേ? കണ്ണ് കുത്തിയാൽ പോലും കൂടെ വെള്ളം വരുന്നില്ല. നയനം ഗളദശ്രു ധാരയ വദനം ഗദ്ഗദരുദ്ധയ. അവർ എവിടെയാണ് ഗദ്ഗദകണ്ഠനാകുന്നത്? നമുക്ക് എന്തെങ്കിലും തൊണ്ടയില് എന്തെങ്കിലും കഫമൊക്കെ കെട്ടിയിരുന്നു കഴിഞ്ഞാൽ ഗദഗദകണ്ഠരാകും അല്ലേ? പക്ഷെ രതിദേവി മാതാജിക്ക് കഴിഞ്ഞ ദിവസം ഇത് ശിക്ഷാഷ്ടകം പാടിയപ്പോൾ ഗദ്ഗദകണ്ഠയായി മാറി. അപ്പം രതിദേവി മാതാജിക്ക് ഭക്തി ഉണ്ടെന്ന് തന്നെ വേണം കരുതാനിട്ട്. ഞാൻ അത് കാരണം മാതാജിയുടെ പേര് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. ഹരേ ബോൾ, ഹരേ കൃഷ്ണ. അപ്പൊ നയനം ഗളദശ്രുധാരയ വദനം ഗദ്ഗദരുദ്ധയാ ഗിര പുളകൈർ നിജിതം വപു കഥ. നിന്റെ കഥകൾ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ എന്താണ്, കേട്ട് 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 മടുത്തു, അരോചകമാവുന്നു. പക്ഷെ ആർക്കാണ് രോമാഞ്ചം ഉണ്ടെന്ന്? രോമങ്ങളൊക്കെ എണീറ്റ് നിൽക്കുന്ന ആർക്കാണ്? ഭക്തനാണല്ലേ? പുളകൈർ നിജിതം വപു കഥ തവ നാമഗ്രഹണേ ഭവിഷ്യതി. നിന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന് അങ്ങനെ ഉണ്ടായി. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി ആ ഒരു ഇത് പറഞ്ഞത് എന്താണ് ഇതിൻ്റെ അത് ഈ ഭാവാർത്ഥത്തില്? ചൈതന്യ മഹാപ്രഭു ഒരു ഭ്രാന്തനെ പോലെ അല്ലേ? ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഭാവത്തെ പറ്റി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഗീതാ മാതാജിക്ക് അറിയായിരിക്കും. മാതാജി ചൈതന്യ ലീലയൊക്കെ കുറെയൊക്കെ പറഞ്ഞതാണ്. പ്രേമരസമാണോ അല്ല അല്ല, രതിദേവി മാതാജി ഭക്തി കൊണ്ട് യഥാർത്ഥത്തിൽ ഒറ്റവാക്കിലൊരു പേരുണ്ട്. ഒറ്റവാക്കില് വിപ്രലംബ ഭാവം. വിപ്രലംബ ഭാവം ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവം. അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അരവട്ടാന്ന് തോന്നും. കണ്ടു കഴിഞ്ഞാൽ ഒരു അരവട്ടാന്ന് തോന്നും അല്ലേ? ആ ഒരു രീതിയാണ്. കാര്യം ആ ഭഗവാൻ എന്താണ്, ഭഗവാന്റെ നാമം തന്നെ ജപിച്ചിട്ട് എന്താണ് ആ രാധാറാണിയുടെ ആ ഒരു മൂഡിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? ആ നാമം തന്നെ ജപിച്ചിട്ട് ഭഗവാൻ എന്താണ് കണ്ണിക്കൂടെ ധാരധാരയായിട്ട് ഒഴുകി എന്താണ് ഡാൻസ് കളിക്കുക, ആനന്ദ നിർവൃതിയിൽ നൃത്തം ചെയ്യുവാണ് അല്ലേ? അതേപോലെ നമുക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പം അതുപോലെ നമ്മൾ അത്ര ഭാവത്തോടും ഭക്തിയോടും നമ്മൾ ശ്രദ്ധയോടും കൂടി വേണം അത് ചെയ്യാൻ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഭാവങ്ങളൊക്കെ തന്നെ വരും. നമ്മളെ മനസ്സവിടെ ഉറപ്പിച്ചാൽ മതി. നിന്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ മനസ്സ് ഉറപ്പിച്ച് നിർത്തുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഭാവങ്ങളും ഭക്തിയൊക്കെ വരും അല്ലേ? പക്ഷെ പലർക്കും മറ്റു പല കാര്യങ്ങളിലാണ് ചെയ്യുന്നത്. ഈ ഒരു 1.5 മണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റു പല കാര്യങ്ങളും, അതുപോലെ തന്നെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നവർ മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ക്ലാസ്സിൽ വന്നു എന്നുള്ള ഒരു പേരിന് ഇങ്ങനെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്. ചിലപ്പോൾ അവരും അറിയാതെയൊക്കെ മൈക്ക് ഓണാക്കി ഇരിക്കുമ്പോൾ നമുക്ക് കാണാം പല വീഡിയോകളിൽ നിന്ന് വരുന്ന ശബ്ദവും ബഹളവും ഒക്കെ നമ്മൾ കേൾക്കും അല്ലേ? അപ്പം അതാണ് നമ്മളുടെ ഒരു അവസ്ഥ, അതാണ് അല്ലേ? നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാണ്ട് പറ്റുന്നില്ല. പക്ഷെ വീണ്ടും ചൈതന്യ മഹാപ്രഭു പറയുന്നു, നിങ്ങളൊക്കെ ഭഗവാനൊക്കെ പറയുന്നു, സ്വൽപമൽപസ്യ ധർമ്മസ്യ, സ്വല്പം അല്പമെങ്കിലും നിങ്ങൾ സാധന ഭക്തി ചെയ്യൂ. സാധന ഭക്തി, പ്രേമഭക്തി മറ്റേതൊന്നും നമ്മൾക്ക് ഗജേന്ദ്രനെ പോലെ ഇല്ല. അതുപോലെ തന്നെ എന്താണ് സുധാമയെ പോലെ ഇല്ല, ദ്രൗപദി മാതാവിനെ പോലെ ഇല്ല, ഇവരെ പോലും ആരെ പോലും നമുക്കില്ല, കുറൂരമ്മയെ പോലെ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്, അതുപോലെ ശബരി മാതാവ് എന്താണ് ചെയ്തത്? എച്ചില് കൊടുത്തിട്ട് ഭഗവാൻ അത് ഭക്തിയോടുകൂടി കഴിച്ചു അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ വിതുരാണി കൊടുത്ത പഴത്തൊലി ഭഗവാൻ കഴിച്ചു. കാര്യം പഴത്തൊലി അല്ല കണ്ടത്, ഭഗവാൻ അവിടുത്തെ ഭക്തിയും ഭാവവും പ്രേമവും ഒക്കെയാണ് കണ്ടത് അല്ലേ? അതുപോലെ നമുക്ക് അങ്ങനെ ആകാനായിട്ട് കലിയുഗത്തില് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഈ സാധന ഭക്തി ഉപദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പ്രോസസ്സ് വഴി തന്നെ പോയേ മതിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പ്രോസസ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് വേദ സാഹിത്യങ്ങളിൽ പറയുന്ന കാര്യങ്ങള് അനുഷ്ഠിക്കുകയും ഒക്കെ തന്നെ വേണം. എങ്കിലും നമുക്കിപ്പോ ഒരു അന്ത്യകർമ്മം ചെയ്യണം ഒരു പിതൃവിന്, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഭഗവാന്റെ നാമവും ജപിക്കുക പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട്. എന്താ കുഴപ്പം? ഒരു കർമ്മിയെ വിളിച്ച് പൂജ ചെയ്യുക, ശ്രാദ്ധത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, പിണ്ടദാനം ചെയ്യുക, എല്ലാം ചെയ്തോളൂ. അതിനൊപ്പം തന്നെ നമ്മൾ ഹരിനാമം ജപിക്കുക, ആ ആത്മാവിന് പുണ്യത്തിന് വേണ്ടിയിട്ട്, ആ ശാന്തിക്ക് വേണ്ടിയിട്ട്. ആ ആത്മാവ് അവിടെ ഇരുന്ന് സന്തോഷിക്കുകയും ചെയ്യുള്ളൂ. അതിനുള്ള പീഡകൾ കുറഞ്ഞു കിട്ടും ആത്മാവ്. അതായത് ഈ ആത്മാവ് പിന്നെ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? യമലോകത്തിലേക്ക് എന്ന് കഴിഞ്ഞാൽ എന്താണ് 28 നരകങ്ങളിൽ പോയി കിടന്ന്
പീഡകൾ അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം പിതൃലോകത്തിലെ ഒരു ഈ ആത്മാവിന്റെ തുല്യമായിട്ടുള്ള പാപകർമ്മങ്ങൾക്ക് സമാനമായിട്ടുള്ള ഒരു ജീവൻ എടുക്കുന്നിടത്തോളം കാലം ഉത്തരം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവിടെ ആത്മാവ്. നമ്മളുടെയൊക്കെ പിതൃക്കന്മാരൊക്കെ ചിലപ്പം ഇതുവരെ ശരീരം കിട്ടാത്ത പിതൃക്കന്മാരൊക്കെ ഉണ്ടായിരിക്കും പിതൃലോകത്തിലൊക്കെ. അതുപോലെ ആത്മഹത്യ ചെയ്തോ, അതുപോലെ തന്നെ ഈ അപകടത്തിൽ മരിക്കുന്നോ, അല്ലെ അപകടത്തിലല്ല കൊലപാതകത്തിൽ മരിക്കുന്ന ആൾക്കാർക്കാണ് ശരീരം പോലും കിട്ടാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മള് എല്ലാവരും ചെയ്യേണ്ടത്, നമ്മൾ മാല ജപിക്കുമ്പോൾ തന്നെ ഒരു മാലയോ 2 മാലയോ പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട് ജപിക്കണം. പ്രത്യേകിച്ച് അവരുടെ കാര്യം പറഞ്ഞിട്ട് ഓർമ്മയുള്ളവരുടെയൊക്കെ രൂപമോ അല്ലെങ്കിൽ പേരോ എന്തെങ്കിലും സ്മരിച്ചിട്ട്. കാര്യം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യം, അവരുടെ ഒരു പ്രാർത്ഥന മാത്രം മതി, ഒരു അനുഗ്രഹം മാത്രം മതി. കാര്യം അവർ അതിന് മാത്രം പീഡ അനുഭവിക്കുകയാണ്. കാര്യം എന്താണ്? ശരീരം ഇല്ലാതെ ആസ്വദിക്കാൻ പറ്റുമോ? ആഗ്രഹങ്ങളും ഇതുമുതൽ ഒരു കുമ്പാര ഇരിപ്പുണ്ട്. കാര്യം എന്താണ്? മനസ്സ്, ബുദ്ധി, നിത്യാഹങ്കാരം, അവബോധം എല്ലാം ഉണ്ട് കൂടെ. ശരീരം ഇല്ല. ശരീരത്തിൽ കയറാതെ എന്താണ്? എൻജോയ്മെന്റ് ഇല്ല. പ്രേതാത്മാവാണെങ്കിൽ ഒരു ശരീരം കിട്ടാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. പ്രേതമാണെങ്കിൽ, ആത്മഹത്യ, കൊലപാതകമാണെങ്കിൽ. അല്ലാത്തവരൊക്കെ ആണെങ്കിൽ എവിടെയാണ്? പിതൃലോകത്ത് ഇരുന്ന് ശരീരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവരെത്ര കാലം കാത്തിരിക്കണം? ഇവര് എന്താണ് ഇവരെ അങ്ങനെ ചെയ്ത ആളുടെ ആ ഒരു അവരെ കൊല്ലാനായിട്ടുള്ള ഒരു ജന്മമാകുന്നിടം വരെ എന്താണ് ഇവരിങ്ങനെ ചുറ്റോട് ചുറ്റും കറങ്ങി നടന്ന് ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടക്കും ഈ ആത്മാവ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കണം. നമ്മളപ്പം എന്താണ് ഭഗവത് നാമജപത്തിൽ പരമാനന്ദം കൊള്ളുന്നവനാണ് ഉത്തമനായ ഒരു വേദാന്തി. അപ്പൊ നാമജപത്തിൽ ഞാൻ ഈ പറഞ്ഞത് നാമജപമൊക്കെ ഇപ്പൊ ഞാൻ ഈ 10 അപരാധങ്ങൾ ചെയ്തത് കാര്യം എന്നോട് ഷെൽട്ടറിന്റെ ഇന്റർവ്യൂവിൽ 10 അപരാധങ്ങൾ ചോദിച്ചു. അപ്പം 10 അപരാധങ്ങൾ കാര്യം എൻ്റെ ഗുരുപ്രഭു നേരത്തെ 10 അപരാധങ്ങൾ ഡെയിലി ചൊല്ലിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഒരു ഓർമ്മയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മറന്നുപോയി. കലിയുഗത്തിലുള്ള ഒരു മന്ദമതികളല്ലേ. അപ്പൊ 10 അപരാധങ്ങളിൽ 1 2 എന്തോ പറഞ്ഞു. പക്ഷെ അത് അത്രയ്ക്ക് പഞ്ചായില്ല. മീൻസ് അവരുടെ ഒരു ഇംപ്രഷൻ പോയി. ഇപ്പൊ സെക്കൻഡ് ഇന്റർവ്യൂ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ നിത്യം ഇത് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിത് പഠിക്കും, കാണാതെ തന്നെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പ്രാവർത്തികമാക്കാനായിട്ട് നോക്കണം. നമ്മൾ ഈ ചോർന്നു പോയി ലീക്കേജ് ഒഴിവാക്കണം. ഈ ഹരിനാമ ജപത്തിന്റെ ആ ഒരു ഫലം ചോർന്നു പോകാതെ. കാര്യം അതിനകത്തൊക്കെ എന്താണ്, നമ്മൾ ഒരു ഭക്തിയും ഭാവവും അതൊക്കെ കൊടുക്കണം. നമ്മുടെ മനസ്സിനെ ഒരു 4 റൗണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഒരു മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കഥ അടച്ചിരുന്ന ഒരു ശബ്ദമില്ലാതെ പൂർണ്ണമായിട്ട് ഭഗവാനെ സ്മരിച്ച് ചെയ്യും. മറ്റേത് പിന്നെ റെഡർ ചാൻഡിങ് ആയിക്കോട്ടെ, 4 റൗണ്ടിലെങ്കിലും ഞാൻ ആ ഒരു 16 റൗണ്ടിൽ 4എങ്കിലും ഞാൻ നന്നായിട്ട് ജപിക്കും എന്നൊരു ഇന്റൻഷൻ എടുക്കുക. ആ 4 ബാക്കി എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ നാമജപത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ആ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അത് കഴിഞ്ഞിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ ആ മനഃശാന്തി എന്തുമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ പിന്നെ അടുത്ത ദിവസം എന്താണ് ആ 4 എന്നുള്ള ഒരു 6 ആക്കാനായിട്ട് നോക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഭഗവാൻ അതിനുള്ള സാഹചര്യങ്ങൾ സമയം ഉണ്ടാക്കിക്കൊണ്ട് തരും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ഇമ്പ്രൂവ് ആയി വരണം, നമ്മൾ പുറകോട്ട് പോകാതെ. അടുത്ത 47ാമത്തെ ശ്ലോകം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അത് കാണാതെ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത ക്ലാസ്സിൽ അത് കാണാതെ പഠിച്ചിട്ട് പറ്റുന്നവരൊക്കെ അത് ചെല്ലുക. കാര്യം നമ്മൾ ഈ ഭഗവത്ഗീത ഒക്കെ കാണുന്നതിന് മുൻപ് തന്നെ ഈ ശ്ലോകം പലർക്കും അറിയാമായിരുന്നു. മഹാഭാരതം സീരിയൽ കണ്ടവരൊക്കെ ആ ശ്ലോകം കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ശ്ലോകം ഏതാണെന്ന് ഓർത്തോണം. നമ്പർ വരെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 2:47 2:47 ആ ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാ തേ സംഗോസ്ത്വ കർമ്മണി. ഇപ്പൊ നിങ്ങൾ ഓർമ്മ കാണും അല്ലെ, ഞാൻ പറഞ്ഞപ്പോ അല്ലെ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാ തേ സംഗോസ്ത്വ കർമ്മണി. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാ തേ സംഗോസ്ത്വ കർമ്മണി. ഹരേ കൃഷ്ണ. സബിത മാതാജി, മാതാജി മ്യൂട്ടാണ്. ഞാനാ അല്ല, സബിത മാതാജി. കർമ്മണ്യവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭുർമാ തേ സംഗോ അസത്വകർമ്മണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ.
കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂർമാ തേ സംഗോസ്ത്വകർമ്മണി. ഹരേ കൃഷ്ണ. നമ്മളതിന്റെ വിവർത്തനം പദാനുപദ തർജ്ജമ ജയ് ശ്രീല പ്രഭുപാദ്. കർമ്മണി ഏവ നിയത കർമ്മത്തിൽ മാത്രമാണ് തേ നിനക്ക് അധികാര അവകാശം. കഥാചന ഒരിക്കലും ഫലേഷു ഫലങ്ങളിൽ മാ മാ ഭവതു ഭവിക്കരുത് ഒരിക്കലും. കർമ്മഫല ഹേതു ഫലം കിട്ടണമെന്നുള്ള ആശയോടുകൂടി കർമ്മം ചെയ്യുന്നവനായി. മാ ഭൂ നീ ഭവിക്കരുത്. അകർമ്മണി നിയത കർമ്മങ്ങൾ ചെയ്യാത്തതിൽ തേ നിനക്ക് സംഘം മാ അസ്തു അരുത്. വിവർത്തനം ഭാവാർത്ഥം ജയ് ശ്രീല പ്രഭുപാദ്. സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതേണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുമരുത്. അതായത് എന്താണ്? സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ യാതൊരു അധികാരവുമില്ല. ഇതിനെപ്പറ്റി ഭയങ്കര വിവാദം ഉണ്ടായത് അന്ന് എനിക്കൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഈ മഹാഭാരതമൊക്കെ കേട്ടപ്പോൾ ഈ ഒരു ശ്ലോകത്തെ പറ്റി ആരൊക്കെയോ കുറെ സാഹിത്യകാരന്മാരൊക്കെ കുറെ വിവാദങ്ങളിൽ പെട്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നത് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ടാർഗറ്റ് വെച്ചിട്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഉള്ളൂ എന്താ പറയുന്നത്, നമ്മൾക്ക് ആ ഒരു വിജയം കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ അതിന്റെ ഫലം ഇച്ഛിക്കാതെ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭഗവത്ഗീതയിലെ ശ്ലോകത്തെ പറ്റി ഭയങ്കര വിവാദങ്ങൾ ഉണ്ടായതാണ് ആ സമയത്ത്. അപ്പൊ അതുകൊണ്ടത് എനിക്ക് ഓർമ്മ വന്നു ഇപ്പോൾ. അത് കാര്യം നമ്മൾ എന്താണ് ഫലോദിഷ്ട കർമ്മം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഈ പറയുന്ന ധർമാർത്ഥം കാമമോക്ഷം ഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ. നമ്മൾ ആ രജോ ഗുണമാണ് മിക്കവാറും ഫലോദിഷ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. രജോ ഗുണമാണ്. ഫലം ഇച്ഛിക്കുന്നുണ്ട് നമ്മൾ ഒരു കീർത്തി ഇച്ഛിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കുറച്ച് പേര് പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വലിയ വിഷമാവും അല്ലേ. ഞാനപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഓരോരുത്തരെയും അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ആരെങ്കിലും എന്നിപ്പോ രതിദേവി മാതാജി എന്നെ രണ്ടും പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാതാജിയുടെ ഒരു സോഫ്റ്റ് കോർണർ ഒരു ഇത് ജ്ഞാനാംബിക മാതാജിയോട് എനിക്കൊരു കുറച്ച് വൈരാഗ്യം, മാതാജി എന്നെ പറ്റി പുകഴ്ത്തി ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരും. എനിക്ക് രജോ ഗുണം എപ്പോഴും ഒരാള് എന്ത് ചെയ്യും, നമ്മളെ പുകഴ്ത്തി പറയുന്ന ആ ഒരു ഇത് അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്ന അതിന്റെ റിസൾട്ട്, ഞാനിത് ചെയ്യുന്നതിന് എനിക്കൊരു ഫലം വേണം അല്ലെ. അല്ലെങ്കിൽ നിങ്ങളെ അടുക്കുന്നല്ല ഞാൻ പിരിവ് മേടിച്ചിട്ട് ഓക്കെ ഞാൻ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ ധനം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു അതിനെ ഫലം കിട്ടാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുന്നു അല്ലെ. എന്ത് കർമ്മം ചെയ്താലും നമ്മൾ അതിനൊരു ഫലം വേണം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കർമ്മം എന്താണ് ചെയ്യാനായിട്ട് നിനക്ക് അധികാരമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഫലോദിഷ്ട കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നിനക്ക് അധികാരമില്ല. കാര്യം എന്താണ്? ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഭഗവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഭഗവാനാണ് അതിന്റെ ഫലം തരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആ കർമ്മഫലത്തിൽ എന്തിനാണ് അതിന്റെ പുറകെ പോകുന്നത്? ഇപ്പൊ നമ്മള് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു, ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല, നമ്മൾ ജസ്റ്റ് പാസ് ആണെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ്? കയറെടുക്കുക, പോയി എന്താണ് തൂങ്ങുക അല്ലെ. ഇതാണ് അടുത്തത് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നതാണ് അല്ലെ. അപ്പൊ എന്തെല്ലാം രീതിയിലുള്ള ഡിപ്രഷനും അതും ഇതും നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണുന്നു. അതുപോലെ തന്നെ ഈ കൗൺസിലിങ്ങിന് കൊണ്ട് ഇടുന്ന കുട്ടികളെയൊക്കെ കാര്യം ആ രീതിയിലാണ് അച്ഛനമ്മമാർ പ്രഷർ കൊടുക്കുന്നില്ല. റാങ്ക് മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്തിട്ട് അവന്റെ കുട്ടിക്ക് അത്രയും മാർക്കുണ്ട്, നിനക്കപ്പോൾ അത്രയും കിട്ടിയില്ല, നാണക്കേടാണ്, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഫലോദിഷ്ട കർമ്മങ്ങളുടെ പുറത്ത് പോവുകയാണ് അല്ലെ. പക്ഷെ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഈ ഫലം ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നിനക്ക് അധികാരം ഇല്ല. കർമ്മഫലങ്ങളിൽ യാതൊരു അധികാരമില്ല. കാര്യം കർമ്മഫലങ്ങൾ എന്താണ്? ഈശ്വരനാണ് അതിന്റെ അധികാരി, ഭഗവാനാണ് അതിന്റെ ഫലം തരുന്നത് അല്ലെ. ഭഗവാനാണ് ഫലം തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കർമ്മഫലങ്ങൾ കാംക്ഷിക്കരുത്. നമ്മൾ അങ്ങനെ ഭഗവാനാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്താണ് പ്രവൃത്തി മാത്രം ചെയ്താൽ മതി. പരിശുദ്ധമായ പ്രവൃത്തി ചെയ്യുക, നല്ല രീതിയിൽ കർമ്മം അങ്ങ് ചെയ്തു പൊക്കെ ഫലം അത് എന്തായാലും ജയിക്കുവോ തോക്കുവോ എന്തായാലും എന്താ അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ആ ഒരു രീതിയിലേക്ക് കർമ്മം ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഭഗവത്ഗീത ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ജയാപരാജയങ്ങളിൽ നമ്മൾ എന്താണ് പെട്ടുപോകില്ല. നമ്മൾ അതിലൊടക്കി നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകില്ല. ജയാപരാജയങ്ങൾ ആസക്തരാകില്ല, അല്ലെങ്കിൽ അതും കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളിൽ നമ്മൾ ഉൾക്കൊള്ളില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഈ കർമ്മത്തിൽ നിന്നുള്ളവാകുന്ന ഫലങ്ങളുടെ ഹേതു
ഞാനാണെന്ന് കരുതണ്ട. ഇപ്പൊ ഞാനാണ് ഇതിന്റെ എല്ലാം ഹേതു, ഞാൻ കാരണമാണ് ഇത്, ഞാൻ പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത്. നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു എക്സാമിന് വേണ്ടി ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള പ്രിപ്പറേഷൻ ചെയ്തു. നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് പോകാൻ പറ്റിയില്ല, പോയ വഴിക്ക് വണ്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, തീർന്നോ? കാര്യങ്ങൾ എക്സാം എഴുതാൻ പറ്റുമോ? ഈ റാങ്കിന് വേണ്ടിയിട്ടെല്ലാം പ്രിപ്പയർ ചെയ്താ, മുഴുവൻ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താണ്. ഇതെല്ലാം ഞാൻ പഠിച്ചു, എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉറപ്പായിട്ടും കിട്ടും, നല്ല കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ ഓവർ കോൺഫിഡൻസ് എന്താണ്? അത്യാപത്താണ്. ആ സമയത്ത് എന്താണ്? ഭഗവാന്റെ ഇച്ഛ ഉണ്ടായില്ല. കാര്യം എന്റെ ഇച്ഛ ഉണ്ടായിട്ടുള്ളൂ, അവിടെ ഭഗവാനെ നമ്മൾ എലമെന്റ് ചേർത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? വഴി മുടങ്ങി, അല്ലെങ്കിൽ എന്താണ്, വേറെ എന്തെങ്കിലും അസുഖം വന്നു, ഹോസ്പിറ്റലിലായി പോയി, എക്സാം എഴുതാൻ പറ്റില്ല, തീർന്നില്ലേ? അപ്പൊ ഭഗവാന്റെ ഇച്ഛയാണ് എല്ലാം, അല്ലേ? അപ്പൊ ഭഗവാനിൽ സമർപ്പിക്കുക. ഞാൻ ഇതെല്ലാം കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനിൽ സമർപ്പിക്കുന്നു. അതിന് ജയാപരാജയങ്ങൾ എനിക്ക് വിഷയമേ അല്ല. നിന്റെ ഇച്ഛ എന്താണോ അത് തരിക. നിനക്ക് ഞാൻ പരാജയപ്പെട്ട് മറ്റുള്ളവരുടെ ഇടയിൽ നാണക്കെടാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിനക്ക് ഞാൻ ജയിച്ച് നല്ല രീതിയിൽ ഒരു ഉദ്യോഗം കിട്ടി പോകാനാണെങ്കിൽ അങ്ങനെ ആകട്ടെ. അതെല്ലാം നിന്റെ ഇച്ഛ എന്നുള്ള രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആ പരിണിത ഫലത്തിലുണ്ടാകുന്ന എന്തായാലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമുക്ക് എന്താണ്, അതിന്റെ സമഭാവനയോടുകൂടി നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല. പരാജയപ്പെട്ടോ, ഞാൻ എൻ്റെ ഒരു ബുദ്ധിയും കഴിവും തന്നിരിക്കുന്ന ഇത്രയാണ്, അതനുസരിച്ച് ഞാൻ പ്രയത്നിച്ചു. ഞാൻ ദിവസം ഒരു 2-3 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. അതിന്റെ എക്സാമിന് പാസ്സായോ ഇല്ലയോ, അത് എൻ്റെ ഒരു വിധിയതായിരുന്നു. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ എനിക്കൊരു അവസരമുണ്ട്. ഞാനപ്പോൾ ഈ ഒരു പരാജയം ഉൾക്കൊണ്ട് ഞാൻ കൂടുതൽ പ്രവൃത്തി ചെയ്യും, കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാം. നിന്റെ ഇച്ഛ ജയിക്കാനാണെങ്കിൽ ഞാൻ ജയിക്കും, അല്ല എങ്കിൽ അങ്ങനെ ആയി പോകട്ടെ. അല്ലെങ്കിൽ നിന്റെ ഇച്ഛ എപ്പം ഞാൻ ജയിക്കാനാണ് അതുവരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി വിടാനായിട്ട് സാധിക്കണം, നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും. അപ്പം സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുമരുത്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഭഗവാനാണെന്ന് പറഞ്ഞ് ചിലർ എങ്ങനെയുണ്ട്, ഞാനൊരു പ്രവൃത്തിയും ചെയ്യാതെ അങ്ങ് ഇരുന്നേക്കാം. ഒക്കെ ഇത് ഭഗവാൻ ചെയ്യുമല്ലോ, ഭഗവാനാണല്ലോ എല്ലാം ചെയ്യുന്നത് പ്രഭുജി പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇതൊക്കെ ചെയ്തോളും, ഞാൻ അങ്ങ് വെറുതെ ഇരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇരിക്കണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ജ്ഞാനമയ മാതാജി കൈപൊക്ക്. താല്പര്യമില്ല. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ. മാതാജി ഒന്ന് ചഞ്ചലപ്പെട്ടു അല്ലേ? അപ്പൊ അന്ന് വെച്ചിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യാതിരിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പാസ്സാകുമോ? ഇല്ല. പ്രവൃത്തി ചെയ്യണം, പക്ഷെ അവിടെ ഭഗവാനെ മുൻനിർത്തി ചെയ്യണം, ഭഗവാന്റെ എലമെന്റ്. ഭഗവാന്റെ അവിടെ ഭഗവാൻ പറയുന്നത് എല്ലാ പ്രവർത്തികളും ചെയ്യാം, പക്ഷെ ഫലം ആഗ്രഹിക്കുന്നതേ ഉള്ളൂ, വേറെ എല്ലാം ചെയ്യാം. നമ്മുടെ സ്വകർമ്മം പ്രത്യേകിച്ച് എല്ലാം ചെയ്യാം. നമ്മളുടെ സ്വകർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കണം. നമ്മളൊരു ഗൃഹസ്ഥനാണെങ്കിൽ നമ്മൾ എന്താണ്, പിതാവിന്റെ കർമ്മം നിർവഹിക്കണം, മാതാവിന്റെ കർമ്മം നിർവഹിക്കണം, പുത്രന്റെ നിർവഹിക്കണം, അതുപോലെ ഭർത്താവിന്റെ കർമ്മം, ഭാര്യയുടെ കർമ്മം എല്ലാം ഉണ്ട്. അതുപോലെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ കർമ്മം ശരിയായിട്ട് അനുഷ്ഠിക്കണം. അപ്പം ഭഗവാൻ പറയുന്നത് നമ്മളുടെ ആ ഒരു കർമ്മങ്ങള് നിർവഹിക്കണം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ഒരിക്കലും ഇതൊരു എക്സ്ക്യൂസ് അല്ല. ഫലം ഭഗവാനാണ് ചെയ്യുന്നത്. ഓക്കെ, ഭഗവാൻ ചെയ്തു തരട്ടെ, അതുവരെ ഞാൻ വെറുതെ ഇരുന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് എന്താണ്, ഒരിക്കലും ഈ ഒരു കാര്യമാണ്, ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്ന ഈ ആൾക്കാരൊക്കെ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് വളരെ കുളമാക്കിയത്, വലിയ വിവാദമാക്കിയത്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദർ അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, അവയുടെ ഉൾക്കൊള്ളി, അതായത് നീ അതുകൊണ്ട് വെറുതെ ഇരുന്ന് കർമ്മം ഒന്നും ചെയ്യാതെ ഇരിക്കരുതെന്ന് വിചാരിക്കരുത്. കർമ്മം ഒന്നും ചെയ്യാതെ നിനക്ക് ഫലം കിട്ടും എന്ന് ഒട്ടും വിചാരിക്കുകയും ചെയ്യരുത്. ഭഗവാൻ തന്നെ ഈ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. അപ്പം അത് ഈ ശ്ലോകങ്ങൾ വായിച്ചിട്ട് ഇതിന്റെ അർത്ഥം പറയുന്നവര് അല്ലെങ്കിൽ വിവർത്തനം ചെയ്യുന്നവര് അതിന്റെ ആ ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മുഴുവൻ പറയാതെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വെച്ചിട്ട് ആണ് ഇവരെല്ലാം ഇതിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം കാണാം ചില വാർത്താ സമ്മേളനത്തിലൊക്കെ ചിലർ പറഞ്ഞത് അതിന് മുൻപും അത് കഴിഞ്ഞ് എന്താ പറഞ്ഞെന്ന് നോക്കാതെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ട് അവർ അത് വെച്ചിട്ട് വലിയ വിവാദം ഉണ്ടാക്കും അല്ലേ? അതിന് മുമ്പേ പറഞ്ഞതും അതിന്റെ പിന്നെ പറഞ്ഞും കേട്ട് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഈ സംഭവങ്ങൾ. രാഷ്ട്രീയത്തിലെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ ചിലർക്കെതിരെ നിരൂപണം വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇവർ ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ട് അതിന് മുൻപ് എന്തായിരുന്നു പിൻപെന്തായിരുന്നു നോക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ നമുക്ക് അത് കാരണം ഭാവാർത്ഥം ഒന്ന് വായിച്ചു നോക്കാം. ഭാവാർത്ഥം എന്താണ്, മാധവി രാധാമാതാജി വായിക്കാൻ പറ്റുമോ? അതെ, ഹരേ കൃഷ്ണ മാതാജി.
ഭാവാർത്ഥ. 3 വിഷയങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വിധിക്കപ്പെട്ട കർമ്മം, സ്വേച്ഛാനുസൃതമായ കർമ്മം, കർമ്മത്തിൽ നിന്നൊഴിയൽ, ഒരാളുടെ സ്വർജിതമായ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നിയത കർമ്മം എന്ന് പറയുന്നത്. സ്വേച്ഛാനുസൃതം എന്നാൽ ആധികാരികമല്ലാത്തത്. അകർമ്മം തന്റെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കൽ, അകർമ്മം പാടില്ലെന്നും ഫലാകാംക്ഷ കൂടാതെ തന്റെ നിയതകർമ്മം നിർവഹിക്കണമെന്നും ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. കർമ്മഫലത്തിൽ ആകൃഷ്ടനായ ഒരാൾ കർമ്മത്തിന്റെ ഭൂതനുമാകും. അയാൾ കർമ്മഫലങ്ങൾ ദുഃഖമായാലും സുഖമായാലും അനുഭവിച്ചേ തീരൂ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ 3 വിധമുണ്ട്. ദൈനംദിന കർമ്മം, നൈമിത്തിക കർമ്മം, സ്വേച്ഛാപ്രകാരം ചെയ്യുന്ന കർമ്മം. കർമ്മഗ്രന്ഥങ്ങൾക്ക് അനുസൃതമായി തന്റെ കർത്തവ്യമായി കരുതി നിത്യകർമ്മങ്ങൾ ഫലാകാംക്ഷ കൂടാതെ അനുഷ്ഠിക്കുന്നതാണ് സത്വഗുണത്തിലുള്ള പ്രവൃത്തി. ഫലം ഉദ്ദേശിച്ച് ചെയ്യുന്നവ ബന്ധന ഹേതുവായി തീരുന്നത് കൊണ്ട് മംഗളകരങ്ങളല്ല. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാൻ ഏവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് ചെയ്യുന്നത് ഫലാസക്തിയോടെ ആവരുത്. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനാസക്തിപൂർവ്വം നിർവഹിക്കപ്പെട്ടാൽ അത് ഒരാളെ മുക്തിമാർഗത്തിലേക്ക് എത്തിക്കുന്നു. ഫലത്തിൽ ആസക്തനാകാതെ തന്റെ കർത്തവ്യമെന്ന നിലയിൽ യുദ്ധം ചെയ്യാനാണ് കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചത്. യുദ്ധത്തിൽ നിന്നൊഴിഞ്ഞു മാറുന്നത് ആസക്തിയുടെ മറ്റൊരു വശമാണ്. അങ്ങനെയുള്ള ആസക്തി ഒരിക്കലും മോചന മാർഗത്തിലേക്ക് എത്തിക്കുന്നില്ല. 2 വിധത്തിലായാലും ആസക്തി ബന്ധന ഹേതുവാണ്. അകർമ്മം ഭാവവും. അതുകൊണ്ട് തന്റെ കടമ എന്ന നിലയിൽ യുദ്ധം ചെയ്യുക മാത്രമേ അർജുനന് മംഗളകരമായ മുക്തി മാർഗമായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാവാർത്ഥമാണിത്. ഇതെല്ലാവരും ഒരു 3-4 പരിവർത്തി വായിക്കണം. നിങ്ങൾ നാളെ അടുത്ത ദിവസങ്ങളിലായിട്ട്, ഇനി അടുത്ത വെള്ളിയാഴ്ച വരെ ക്ലാസ്സിൻ്റെ സമയം വരെ ഇരിക്കരുത്. കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവാർത്ഥമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള 3 തരത്തിലുള്ള കർമ്മമാണ്. വിധിക്കപ്പെട്ട കർമ്മം, നമ്മൾ ഓരോരുത്തരും വിധിക്കപ്പെട്ട കർമ്മം എന്താണെന്ന് കണ്ടല്ലോ അല്ലേ. നമ്മൾക്ക് ഓരോരുത്തരും വിധിക്കപ്പെട്ട ഒരു കർമ്മം ഉണ്ടല്ലേ. വിദ്യാർത്ഥിക്ക് വിധിക്കപ്പെട്ട കർമ്മമുണ്ട്. ഒരു പിതാവാണെങ്കിൽ പിതാവിന് കുറെ കർമ്മങ്ങളുണ്ടല്ലോ, കുടുംബത്തെ പോറ്റണം, അങ്ങനെയൊക്കെയുള്ള കുറെ കർമ്മമുണ്ട്. മാതാവിന് കുറച്ച് കർമ്മമുണ്ട്, അവരുടെ മക്കളോടുള്ള കർത്തവ്യമുണ്ട്, നിറവേറ്റാനുണ്ട്. അങ്ങനെ ഓരോരോ കർമ്മങ്ങളുണ്ട് അല്ലേ. ഒരു ഉദ്യോഗാർത്ഥിക്ക് ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കിനും ആ കമ്പനിയോടൊരു പ്രതിബദ്ധത ഉണ്ട്. കാര്യം അവരാണല്ലോ ശമ്പളം തരുന്നത്, നമ്മളെ വീട് കഴിഞ്ഞു പോകുന്നു അല്ലേ. അപ്പൊ ആ കമ്പനിയോടൊരു പ്രതിബദ്ധത ഉണ്ട്. അല്ലെ, കമ്പനിയെ പൂട്ടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട് ആയിരിക്കരുത് ചെയ്യാനുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഓരോ വിധിക്കപ്പെട്ട കർമ്മങ്ങളുണ്ട്. പിന്നെ സ്വേച്ഛാനുസൃതമായ കർമ്മം, നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കർമ്മമുണ്ട്. പിന്നെ എന്താണ്, കർമ്മം ഒന്നും ചെയ്യാതെ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ എല്ലാത്തിൻ്റെയും കർത്താവാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറെ പേര് കിട്ടാനും കീർത്തി കിട്ടാനും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. ഒന്ന് ആള് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ എന്താണ്, സ്വന്തം ഇച്ഛപ്രകാരം ചെയ്യുന്നതാണ്. അതായത് കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഫലം ഇച്ഛിച്ച് ചെയ്യുന്ന കർമ്മം. പിന്നെ അടുത്ത എന്താണ്, കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു കർമ്മവും ചെയ്യാതെ വെറുതെ ഇരിക്കുക, അലസ മനോഭാവത്തോടു കൂടി അല്ലേ. നമ്മൾ ആ ലാസ്റ്റ് പറഞ്ഞ പോലെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഫലം ഭഗവാനാണ് തരുന്നതെങ്കിൽ ഒക്കെ ഭഗവാൻ എല്ലാം തന്നോട്ട്, ഞാൻ കർമ്മം ഒന്നും ചെയ്യാതെ ഇരിക്കാം, ഭഗവാൻ തരുന്നെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് എന്താണ്, അത് കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരാളുടെ സാർജിതമായ ഭൗതിക ഗുണങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നിയതകർമ്മം എന്ന് പറയുന്നത്. അപ്പം നിയതകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ സ്വാർജിതമായ ഭൗതിക ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. പശു ഫോട്ടോ തന്നെ അല്ലയോ? ആ പശു ഫോട്ടോയാണ്. ഭഗവാൻ. അതെ അതെ അതെ. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ ഇങ്ങനെ ചെവി ആട്ടുന്ന പോലെ എനിക്ക് തോന്നി. സംശയം, ചെവി ആട്ടുന്ന പോലെ തല ചെറുതായിട്ട് ചെവി. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജിക്ക് എന്തോ പരിവർത്തനം ഉണ്ടായി തുടങ്ങി. മാതാജിക്ക് മാത്രമല്ല, അപ്പൊ കഴിഞ്ഞ ആഴ്ച രതിദേവി മാതാജിക്ക് ഗദ്ഗത ഉണ്ടായി, ഇപ്രാവശ്യം മാതാജിക്ക് പശുവിന്റെ ചെവി ആട്ടി.
അപ്പൊ അല്ല ഹരികൃഷ്ണ പ്രഭുജി, എനിക്കും തോന്നി അതിങ്ങനെ ഇരുന്ന് അനങ്ങുന്നത് പോലെ ഒന്ന് അതല്ല, അതെയോ? ഈ വെച്ചാല് ഞാനപ്പോ വിചാരിച്ചേ പശുവാണോ അതോ ഫോട്ടോയാണോ അതോ എന്ന് ഇനി ഞാൻ ഇത് പെട്ടെന്ന് നോക്കുക. ഹരേ കൃഷ്ണ. ഫോണിരുന്ന് ചലിച്ചാന്നോ എന്തോ. അതെ, ആഹാ. ആരാണ് ഈ റിയൽമിയിൽ വന്നിരിക്കുന്നത്? ഹരേ കൃഷ്ണ. ഒറിജിനൽ പശുവാൻ തന്നെ തോന്നും. ഒറിജിനൽ ഹരേ കൃഷ്ണ, ആരാണ് റിയൽമിയിൽ വന്നിരിക്കുന്നത്? ഏതാണ്? ആ, ഓക്കെ. ഹരേ കൃഷ്ണ, ഹരി ബോൽ. ആരാ പ്രഭു? അതുകൊണ്ടാ ഇന്ന് എന്തുകൊണ്ടാണ് പശു ചെവി ആട്ടിയെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഇന്ന് എന്താ? ഒരാള് നമ്മുടെ സത്സംഗത്തിൽ കയറി, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അത് വെറുതെ നിങ്ങളെ കളിയാക്കി പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായത്. ആരാ പ്രഭു? ഇന്ന് ഒരാള് പതിവില്ലാതെ സത്സംഗത്തിൽ കയറി വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ അതുകൊണ്ടാണ് ഇത് റിയൽ മീലാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് റിയൽ ആണത്, നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ. പശു യഥാർത്ഥത്തിൽ തന്നെ ചെവി ആട്ടിയതാണ്. അത് പിക്ചറിൽ നിന്നാണെങ്കിലും അത് ചെവി ആട്ടി. സത്യം നല്ല ചെവി ഇങ്ങനെ ആട്ടി. ഞാനപ്പോ നോക്കും ഇത് ഒറിജിനൽ പശുവാണോ. അതെ, അതെ, അതെ. അപ്പം എന്തായാലും ആരാ കയറിയ പ്രഭു? നിങ്ങൾക്കൊക്കെ ആരാ അറിയാവുന്ന കയറി? ഒരാൾ തന്നെയാണ്. പൊന്നമ്മയാണോ? മാതാജി എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. ഹരേ കൃഷ്ണ. അവരൊക്കെ മറന്നുപോയി ആ മൈക്കൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട്. പരിചയമുണ്ടോന്ന് അറിയില്ല. ഞാൻ ബിന്ദു. രണ്ടു പ്രാവശ്യവും നമ്മളുടെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്താണ്. പ്രോഗ്രാം കഴിഞ്ഞ് പോയിട്ട് ഒരു പോക്ക് പോയി, പിന്നീട് കണ്ടിട്ടില്ല. എന്നാന്നറിയാ, വിഷു ആയില്ലേ, അതാ വന്നത്. വിഷുവിനും തിരുവോണത്തിനും വിഷുവിനുമേ വരത്തുള്ളൂ. ആണ്ടില് സംക്രാന്തി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. ഹരേ കൃഷ്ണ. ഇനി മാതാജി കഴിവതും വരാതെ ശ്രമിക്കും, നമ്മൾ കളിയാക്കുമെന്നും പറഞ്ഞിട്ടല്ലേ. ഹരേ കൃഷ്ണ. ഓക്കെ, അതൊന്നുമല്ല. സന്തോഷം, ഒരുപാട് സന്തോഷം കണ്ടതില്. വീണ്ടും വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ സ്വാർജിതമായ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നിയതകർമ്മം എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നിയതകർമ്മം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. സ്വേച്ഛാനുസൃതം എന്നാൽ അധികാരമല്ലാത്ത അകർമ്മം, തന്റെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കൽ. അതായത് നമ്മൾ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് വിദ്യാർത്ഥി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ പഠിക്കാതെ നടക്കുക. ഉദ്യോഗാർത്ഥി അത് നേരെ തൊഴിലിൽ വെള്ളം ചേർത്ത് ചെയ്യുക. അതായത് വേണ്ട രീതിയിൽ ചെയ്യാതെ എന്താണ് അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യാതെ മാറി ഒക്കെ ഇരുന്ന് ജോലി ചെയ്യുക. പിന്നെ ഫലകാംക്ഷ കൂടാതെ തന്റെ നിയതകർമ്മം നിർവഹിക്കണമെന്നും ഭഗവാൻ അർജുനനോട് ഉദ്ദേശിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അർജുനനോട് ഭഗവാൻ ഫലകാംക്ഷ കൂടാതെ കർമ്മം നിറവേറ്റണമെന്ന് പറയുന്നു. കർമ്മഫലത്തിൽ ആകൃഷ്ടനായ ഒരാൾ കർമ്മത്തിന്റെ ഹേതുഭൂതനാകും. അപ്പൊ കർമ്മഫലത്തിൽ ആകൃഷ്ടനായിട്ടുള്ള ഒരാള് അതിന്റെ ഉത്തരവാദിത്വം കൂടി എടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ ആ കർമ്മഫലത്തിൽ നമ്മൾ ആകൃഷ്ടനാകരുത് എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അപ്പൊ നിയത കർമ്മങ്ങൾ ദുഃഖമായാലും സുഖമായാലും അനുഭവിച്ചേ തീരും. അപ്പൊ നമ്മൾ ഈ നിയത കർമ്മങ്ങളൊക്കെ തന്നെ ദുഃഖമായാലും സുഖമായാലും അതിന്റെ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. നിയതകർമ്മങ്ങളായാലും സ്വേച്ഛാനുസൃതമായ കർമ്മമായാലും അകർമ്മമാണെങ്കിലും എല്ലാം അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടൺ ഈ തിയറി എഴുതിയത് ഭഗവത്ഗീത വായിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയത് അല്ലേ. എല്ലാ കർമ്മങ്ങൾക്കും അതിന്റെ പ്രതിപ്രവർത്തനം ഉണ്ട്. എന്ത് കർമ്മം ചെയ്താലും, നല്ല ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം, മോശം ചെയ്തു കഴിഞ്ഞാൽ മോശം ഫലം. നല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദേവലോകത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ദേവലോകത്തിലേക്ക് അല്ലെങ്കിൽ ഉപരി ലോകങ്ങളിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു. അതുപോലെ തന്നെ രജോഗുണയുക്തമായ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ തന്നെ വീണ്ടും ജനിക്കേണ്ടി വരുന്നു. ഈ ഭൗതിക ലോകത്ത് തമോ ഗുണമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ താഴേക്കുള്ള ലോകങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നീച ജന്തുവിൽ ജീവിയായിട്ട് പിറക്കേണ്ടി വരുന്നു അല്ലേ. അപ്പൊ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ 3 വിധത്തിലുണ്ട്. ഒന്ന് ദൈനംദിന കർമ്മം, നൈമിത്തിക കർമ്മം, സ്വേച്ഛ പ്രകാരം ചെയ്യുന്ന കർമ്മം എന്നിവ. അത് ഞാൻ ചിലപ്പോൾ പ്രശ്നോത്തരിയൊക്കെ വരുമ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കി വെച്ചോണം. അതായത് ഇത് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത് ഒരിക്കലും. ഭാവാർത്ഥം തന്നെയാണ് ഇടുന്നത്. ചിലപ്പോൾ അടുത്ത ആഴ്ച പ്രശ്നോത്തരി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആകാറായിട്ടില്ല, കാര്യം പഴയ ഒരുപാട് ശ്ലോകത്തിന്റെ ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നോക്കിക്കോണം അത് കൃത്യമായിട്ട്. എന്തൊക്കെയാണ് ദൈനംദിന കർമ്മം, നൈമിത്തിക കർമ്മം, സ്വേച്ഛാപ്രകാരം ചെയ്യുന്ന കർമ്മം. അപ്പൊ ധർമ്മഗ്രന്ഥങ്ങൾക്ക് അനുസൃതമായി തന്റെ കർത്തവ്യമായി കരുതി നിത്യകർമ്മങ്ങൾ ഫലാംശ കൂടാതെ
അനുഷ്ഠിക്കുന്നതാണ് സത്വഗുണത്തിലുള്ള പ്രവൃത്തി. അപ്പൊ സത്വഗുണത്തിലുള്ള കർമ്മം എന്ന് പറഞ്ഞ എന്താണ്? ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന കാര്യങ്ങൾ, ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്താണ് നമ്മള് സത്വഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ. ഈ 3 ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് കണ്ടല്ലോ അല്ലെ? ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ സത്വഗുണത്തിലുള്ള കർമ്മമാണ് അതാണ് ഫലകാംക്ഷ കൂടാതെയുള്ള കർമ്മം. അതുപോലെ തന്നെ അപ്പൊ ഫലം ഉദ്ദേശിച്ച് ചെയ്യുന്നവ ബന്ധനഹേതുവായി തീരുന്നത് കൊണ്ട് അത് മംഗളകരവുമല്ല. ഫലം ഉദ്ദേശിച്ച ചെയ്യുന്നതെങ്കിൽ അത് എന്താണ്? അത് രജോ ഗുണത്തിലുള്ളതാണ്. അത് എന്താണ്? അത് ഫലകാംക്ഷ ഉള്ളത് കൊണ്ട് അതിന്റെ ആ ഒരു ഫലം എന്ന് പറഞ്ഞ് നല്ല ശുഭകരമായി തീരില്ല. കാര്യം ആ ഒരു ഫലം കിട്ടിയില്ല എങ്കിൽ എന്താണ്? അവിടെ ഉടനെ തന്നെ പ്രശ്നമായി കഴിഞ്ഞു. അപ്പൊ അത് രജോ ഗുണത്തിലുള്ളതാണ്. അപ്പൊ അത് മംഗളകരവുമല്ല. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാൻ ഏവർക്കും അവകാശമുണ്ട്. അപ്പോൾ അത് ഫലാസക്തിയോടുകൂടി ആവരുത്. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനാസക്തി മൂലം നിർവഹിക്കപ്പെട്ടാൽ അത് ഒരാളെ മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ നമ്മൾ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ എന്തായാലും അത് എന്താണ്? ഫലം അനാസക്തി, ഓവറായിട്ടുള്ള അറ്റാച്ച്മെന്റോ ആസക്തിയോ ഇല്ലാതെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ അത് മോക്ഷമാർഗത്തിലേക്ക് തന്നെ നയിക്കുന്നുവെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അപ്പൊ ഫലത്തിൽ ആസക്തനാകാതെ തന്റെ കർത്തവ്യം എന്ന നിലയിൽ യുദ്ധം ചെയ്യാനാണ് കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചത്. അപ്പോൾ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ആസക്തിയുടെ മറ്റൊരു വശമാണ്. അപ്പൊ ഒരിക്കലും അർജുനൻ എന്താണ്? ആ യുദ്ധത്തില് ജയമോ പരാജയമോ എന്താണെന്ന് വരാതെ ആ വിധിക്കപ്പെട്ട കർമ്മം എന്താണ്? ക്ഷത്രിയന്റെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അർജുനൻ ആ യുദ്ധം ചെയ്തേ മതിയാവുള്ളൂ. അതിൽ നിന്ന് ഒഴിഞ്ഞോടാൻ, കർമ്മം ചെയ്യാതെ മാറി നിൽക്കാം. ഇത് എന്താണ്? പിതൃക്കന്മാരും എന്താണ് എന്റെ സഹോദരങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നത് ഒരിക്കലും ശുഭകരമല്ല എന്ന് ഭഗവാൻ സൂചിപ്പിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ കൂടി. അടുത്തത് 48ാമത്തെ ശ്ലോകം. യോഗസ്ഥാ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. യോഗസ്ഥാ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഹരേ കൃഷ്ണ. ശ്രീബി മാതാജി. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത ധനഞ്ജയ സിദ്ധ്യ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് വായിക്കുന്ന രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധാ സിദ്ധോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. ധനഞ്ജയ, ഹേ അർജുന, യോഗസ്ഥ സന്തുലിതാവസ്ഥയിൽ സംഘം അല്ലെങ്കിൽ ആസക്തി ത്യജിച്ചിട്ട് സിദ്ധ്യ സിദ്ധ്യോ നേടിയാലും ഇല്ലെങ്കിൽ സമഭാവത്തോടുകൂടി ഭൂത്വ ഭവിച്ചിട്ട് കർമാണി കർമ്മങ്ങളെ കുരു ചെയ്യുക, സമത്വം സന്തുലിതാവസ്ഥ, യോഗ അല്ലെങ്കിൽ യോഗം എന്ന് ഉച്ചതേ പറയപ്പെടുന്നു. അപ്പം ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തയോടുകൂടി നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തത ആണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്റെ ഭാവാർത്ഥം ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ശീലപ്രഭുപാദ് കീ ജയ്. ഭാവാർത്ഥം. യോഗസ്ഥനായി പ്രവർത്തിക്കണമെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. എന്താണ് ഈ യോഗം? സദാ അസ്വസ്ഥങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക വഴി മനസ്സിനെ പരമോന്നതനിൽ ഏകീകരിക്കലാണ് യോഗം. ആരാണ് പരമോന്നതൻ? പരമോന്നതൻ ഭഗവാനാണ്. അവിടുന്ന് തന്നെ അർജുനനോട് പൊരുതാൻ ആജ്ഞാപിക്കുകയെ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളെപ്പറ്റി ആകുലപ്പെടാൻ എന്തുണ്ട്? ലാഭവും വിജയവും കൃഷ്ണന്റേത് മാത്രം. ഭഗവത് ആജ്ഞയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയെ അർജുനൻ ഭഗവാൻ ചെയ്യേണ്ടതുള്ളൂ. കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് യഥാർത്ഥ യോഗം. കൃഷ്ണാവബോധം എന്ന് പറയപ്പെടുന്ന പ്രക്രിയയിൽ പരിശീലിക്കുന്നതും ഇതേ യോഗം തന്നെ. കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ ഒരാൾക്ക് അധീശത്വ ഭാവത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയൂ.
ഒന്നുകിൽ കൃഷ്ണന്റെ സേവകനാകുക, അല്ലെങ്കിൽ കൃഷ്ണഭക്തന്മാരുടെ സേവകനാകുക. അതാണ് കൃഷ്ണാവബോധത്തോടെ സ്വധർമ്മം നിറവേറ്റാനും യോഗയുക്തനായി പ്രവർത്തിക്കാനുമുള്ള ഒരേ ഒരു വഴി. അർജുനൻ ക്ഷത്രിയനാണ്. ആ നിലയിൽ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. വർണ്ണാശ്രമധർമ്മത്തിന്റെ മുഖ്യ ലക്ഷ്യം വിഷ്ണുവിനെ സംതൃപ്തനാക്കുകയാണെന്ന് വിഷ്ണു പുരാണം ഊന്നിപ്പറയുന്നു. ഭൗതിക ലോകത്തിൽ സാർവത്രികമായി കാണുന്നത് പോലെ സ്വയം തൃപ്തിപ്പെടുകയല്ല, കൃഷ്ണനെ സംതൃപ്തനാക്കുകയാണ് വേണ്ടത്. കൃഷ്ണനെ തൃപ്തിപ്പെടുത്താതെ ഒരാൾക്ക് വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയുടെ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനാവില്ല. താൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനാണ് അർജുനനെ കൃഷ്ണൻ പരോക്ഷമായി ഉപദേശിക്കുന്നത്. താൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുവാനാണ് അർജുനനെ കൃഷ്ണൻ പരോക്ഷമായി ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. എന്താണ്? അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞിട്ട്, ജയമാണോ പരാജയമാണോ അതിലുള്ള ആസക്തി, അതിലേക്കുള്ള മമത അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്, ഈ അറ്റാച്ച്മെന്റ് ആണല്ലോ. ജയം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം, അല്ലെങ്കിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ദുഃഖം. ഉടനെ എന്താണ്? വാളെടുത്തിട്ട് വെട്ടി ആത്മഹത്യ ചെയ്യുക പരാജയമാണെങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് നമ്മളുടെ ജീവൻ എടുക്കും, അല്ലേ? അപ്പൊ എന്തായാലും ഇതിനോടുള്ള ആസക്തി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞിട്ട് നമ്മൾ കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നുള്ള, ഒഴിഞ്ഞു പോകുക, അല്ലേ? കർമ്മം ചെയ്യാതെ ഒഴിഞ്ഞു പോകാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ലേ ഇത്, നമ്മൾ ഈ ജയാപജയങ്ങളിലുള്ള ആസക്തി. അപ്പൊ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. നിന്റെ കർത്തവ്യം എന്താണ്? വർണ്ണാശ്രമധർമ്മം അനുസരിച്ചിട്ട് ക്ഷത്രിയർക്കുള്ള കർത്തവ്യം എന്താണ്? യുദ്ധം ചെയ്യുക, അല്ലെ? രാജ്യരക്ഷ, അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെ പോരാടുക. അസത്യം, അധർമ്മം, അങ്ങനെയൊക്കെയുള്ള ഇതിനെതിരെ പോരാടി എന്താണ് ഭഗവാന്റെ വന്ന ഉദ്ദേശം തന്നെ എന്താണ്? ധർമ്മ സംസ്ഥാപന ആയിരുന്നു, അല്ലെ? ഭഗവാൻ വന്നത് തന്നെ. അപ്പൊ അതേപോലെ തന്നെ ഈ പറയുന്ന ഈ അർജുനന്റെ കർത്തവ്യം എന്താണ്? നിയതകർമ്മം എന്ന് പറഞ്ഞ എന്താണ്? ഈ എന്താണ്? സ്വജനങ്ങളെ രക്ഷിക്കുക. അതുപോലെ തന്നെ എന്താണ്? രാജ്യരക്ഷ, അങ്ങനെയൊക്കെയുള്ള കാര്യം വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് വിഷ്ണു പുരാണം പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ പറയുന്ന വിഷ്ണുവിനെ പൂജിക്കുക. ഇവിടെ വിഷ്ണു സാക്ഷാൽ ഭഗവാൻ തന്നെ പറയുവാണ്, നീ ഇത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ, ഇതാണ് നിനക്ക് ശ്രേയസ്കരം എന്ന് പറഞ്ഞിട്ടും അതിൽ നിന്ന് വിമുഖത കാണിക്കുന്ന അത്ര ശ്രേയസ്കരമല്ല, മംഗളകരമായിട്ടൊരു കാര്യമല്ല. അപ്പൊ ഇവിടെ യോഗം എന്ന് പറയുന്നത് ലാഭവും വിജയവും കൃഷ്ണന്റേത് മാത്രം. ഭഗവത് അനുസൃതമായി പ്രവർത്തിക്കുക മാത്രം ചെയ്താൽ മതി അർജുനൻ, വേറൊന്നും ചെയ്യേണ്ട. ഭഗവാന്റെ ഇച്ഛ, ധർമ്മസ്തു സാക്ഷാൽ ഭഗവത് പ്രണീതം. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിച്ചാൽ മാത്രം മതി. കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് യഥാർത്ഥ യോഗം. അപ്പൊ യഥാർത്ഥ യോഗം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കുക. അപ്പൊ ഭഗവാനുമായിട്ട് യോഗം ചേരുക, അതാണ് യഥാർത്ഥത്തിലുള്ള യോഗം. കൃഷ്ണാബോധം എന്ന് പറയപ്പെടുന്ന പ്രക്രിയയിൽ പരിശീലിക്കുന്നതും ഇതേ യോഗം തന്നെയാണ്. നമ്മൾ ഭഗവാനോട്ട് ചേരാനായിട്ടാണ് നമ്മൾ ഈ കാണുന്ന കസരത്തുകളെല്ലാം ചെയ്യുന്നത്, അല്ലെ? ഫൈനലി എന്താണ്? അന്തേ നാരായണ സ്മൃതി, അല്ലെങ്കിൽ അന്ധകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരം, അല്ലെ? അവസാന കാലത്ത് ഭഗവാന്റെ നാമ വിചാരിക്കാനായിട്ട് ആണ് നമ്മൾ ഈ കാണുന്ന പ്രാക്ടീസ് വഴി. അത് ശ്രവണത്തിൽ കൂടെ മാത്രമേ നടക്കത്തുള്ളൂ, പ്രാക്ടീസുകൾ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ ഒരാൾക്കും മരിക്കാൻ നേരത്തെ കഫവും വാദവും വിത്തൊക്കെ പിടിച്ച് കിടക്കുകയാണ് ICUവിൽ, ഐസിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആർക്ക് ഓർക്കാൻ പറ്റും? വേദന കാരണം സഹിക്കാൻ വയ്യാത്ത 10,000 തേള് ഒരുമിച്ച് കടിക്കുന്ന വേദനയാണ് ജീവൻ പോകുന്ന സമയത്ത്. ആർക്ക് ഓർക്കാൻ പറ്റും ഭഗവാനെ? അപ്പൊ അത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ്? പ്രാക്ടീസാണ്. അപ്പം നമ്മൾ മറന്നു പോയാലും എന്താണ്? ഭഗവാനോ അല്ലെങ്കിൽ ചൈത്യഗുരുവായിട്ട് ഭഗവാൻ പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. അപ്പം ചൈത്യഗുരുവായിട്ടുള്ള പരമാത്മാവോ അല്ലെങ്കിൽ ആചാര്യന്മാരോ ആ സമയത്ത് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കും. നമ്മൾ ഗുരുവിനെ സ്വീകരിച്ച ആളാണെങ്കിൽ ഗുരുവാണ് ആ സമയത്ത് നമ്മളെ വന്ന് രക്ഷപ്പെടുത്തുന്ന, ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ഈ ഒരു യോഗം, കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ ഒരാൾക്ക് അധീശത്വ ഭാവത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയുള്ളൂ. അധീശത്വ ഭാവത്തിൽ നിന്ന് മുക്തനാകുന്ന, ഞാനാണ് ഇതിന്റെ എല്ലാം കർത്താവ് എന്നുള്ള ആ ഒരു ഭാവത്തിൽ നിന്ന് മുക്തനാകാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം വിചാരിച്ചു ഞാനാണ് ഇതിന്റെ എല്ലാം കർത്താവ്. അപ്പൊ അതിൽ നിന്ന് മുക്തനാകാണ്ട് കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ എന്താണ്? എപ്പോഴും ദാസാനു ഭാവം. നമ്മൾ ഭഗവാന്റെ സേവകരാണ്. നമ്മൾ ഒരിക്കലും ഞാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയേണ്ടി വരുന്ന സാഹചര്യം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദാസോസ്മി എന്ന് പറയുന്നത് നന്നായിരിക്കും. ഞാൻ ദാസനാണ്, ഞാനല്ല ഇത് ചെയ്തത്, ഇത് ഭഗവാന്റെ കൃപ കൊണ്ടാണെന്ന് ഇടയ്ക്ക് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം.
മെക്കാനിക്കലി ആണെങ്കിൽ കൂടിയും നമ്മൾ അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് ഞാനല്ല ചെയ്തത്, ഇത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് നടന്നത്, ഇത് ഞാനല്ല ചെയ്തത്. എന്നിട്ട് ദാസോസ്മി ദാസോസ്മി, നമ്മള് ഭഗവാന്റെ ദാസനാണ് 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 എന്ന് പറഞ്ഞ്. അതുപോലെ ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ് 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 ഗോപീർ പദകമലയോ ദാസാനുദാസാനുദാസ, അതായത് ഗോപികമാരുടെ, വൃന്ദാവനത്തിലുള്ള ഗോപികമാരുടെ ദാസന്മാരുടെ 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 ഏറ്റവും അവസാനത്തെ ഭൃത്യനാണ് ഞാനെന്ന് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ പറയാണ്. സാക്ഷാൽ ഭഗവാൻ തന്നെ പറയുവാണ്, ഞാൻ എന്താണ് ഗോപികമാരുടെ പാദകമലം പൂജിക്കുന്ന ദാസന്മാരുടെ 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 എങ്ങനെ ഏറ്റവും അവസാനത്തെ ശൃംഖലയിൽ ഒരു ദാസനാണെന്ന്. അല്ലെ? അതായിരിക്കണം നമ്മളുടെ ഭാവം. അല്ലേ? നമ്മൾ ഭഗവാന്റെ ഡയറക്റ്റ് ദാസനാകാനായിട്ട് പോകുമ്പോഴാണ് നമുക്കൊരു അഹങ്കാരം വരുന്നത്. അല്ലേ? ഭഗവാന്റെ പാർഷദന്മാർക്കൊക്കെ ജയവിജയന്മാർക്കൊക്കെ കുറച്ച് അഹങ്കാരം വന്നപ്പോഴാണല്ലോ അവരെന്താണ് 3 ജന്മത്തിൽ അസുരന്മാരായിട്ട് ജനിക്കേണ്ടി വന്നത്. അല്ലേ? ആരൊക്കെയാണ്? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രാവണൻ കുംഭകർണനും പിന്നെ എന്താണ്? അല്ല, ശിശുപാലനും ദണ്ഡവക്ത്രനും. ദണ്ഡവക്ത്രൻ, ശിശുപാലനും ദണ്ഡവക്ത്രനും. അപ്പൊ അവര് 3 ജന്മങ്ങൾ എടുത്ത് തിരിച്ചു പോകാനായിട്ടല്ലേ. അപ്പൊ നമ്മൾ ഭഗവാന്റെ സേവകനാണെന്നുള്ള ഭാവമല്ല, ഭഗവാന്റെ സേവകന്റെ ഭൃത്യന്മാരുടെ ദാസനാണെന്നുള്ള ഭാവമാണ് നമുക്ക് വേണ്ടത്. അതാണ് എന്താ പറയുന്നത് ചൈതന്യ മഹാപ്രഭു, ത്രിനാഥവി സുനീചേന തരോരവി സകുഷ്ണിന അമാനീനമാനദേന കീർത്തനീയ സദാഹരീം. എന്താണ്? ത്രിനാഥവി സുനീചേന, ഒരു പുല്ലിനേക്കാളും താഴ്മയായിരിക്കണം. പുല്ലിന്റെ ഗുണം എന്താണ്? ചവിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ താന്ന് തരും. അല്ലേ? എത്ര നേരം വേണമെങ്കിലും താന്നെടുക്കും. പിന്നെ എപ്പോഴോ ആണ് അത് പൊങ്ങാൻ തുടങ്ങുന്നത്. അല്ലേ? ബിന്ദുമാതാജിക്ക് ഈ പുല്ലിനെ ട്രീറ്റ് ചെയ്ത് നല്ല പരിചയമുള്ള ആണ് ബിന്ദുമാതാജിക്ക് അറിയാം. അല്ലേ? ആ പുല്ല് അസ്ത്രം പോലെ ഇരുന്ന മാതാജിയുടെ അവസ്ഥ എന്തായിരുന്നു? അല്ലേ? അതുവഴി ഇങ്ങനെ നടക്കാനോ പുൽപ്പരപ്പിൽ ഇരിക്കാനോ എല്ലാം പറ്റുമോ? അപ്പൊ പുല്ലിന്റെ ആ ഒരു ഗുണം എന്താണ്? തൃണാദബി സുനീചന, തൃണം പോലെ എന്താണ് നമ്മള് താഴ്മ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? തരോരബി സകുഷ്ണിന, തരോ എന്താണ്? മരം, മരത്തെ പോലെ സഹിഷ്ണുത ഉണ്ടായിരിക്കണം. എന്താണ് മരത്തിന്റെ സഹിഷ്ണുത? മരം എന്താണ്? തണലിൽ നൽകുന്നു. അത് വെട്ടാൻ വരുന്നവനും തണലിൽ നൽകുന്നു. അല്ലെ? ഇങ്ങനെ താഴ്ന്ന് താഴ്ന്ന് തണലിൽ നൽകുന്നു. അതുപോലെ തന്നെ മഴയിൽ നിന്ന് രക്ഷിക്കുന്നു. അതുപോലെ നല്ല ശുദ്ധവായു നൽകുന്നു, നല്ല കാറ്റ് തരുന്നു. അല്ലെ? ഇതാണ് അതൊന്നും അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ ഫലങ്ങളും ഇലയും, അതിന്റെ ഫലങ്ങളും ഇലയും മരവും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലേ? സർവ്വസാധനങ്ങൾ. അതാണ് മരത്തിന്റെ പ്രത്യേകത. അതുപോലെ ആയിരിക്കണം നമ്മള് ഒരു ഭക്തനാകണമെങ്കിൽ. എന്താണ്? ത്രിനാദവി സുനീചന തരോരവി അമാനീനമാനതേന കീർത്തനീയ സദാഗരി. നമ്മള് എന്താണ്? ഒരു മാന്യതയും ഒന്നും ഒരു ബഹുമാനം ഒന്നും നമ്മൾ കിട്ടേണ്ട. നമ്മൾ ആ മാന്യത അപമാനം ഇതെല്ലാം വിട്ടുകളാം. നമ്മൾ എന്താണ്? കീർത്തനീയ സദാഹരി. കീർത്തനീയ സദാഹരി എന്ന് പറഞ്ഞാൽ എപ്പോഴും സദാഹരിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഹരിനാമകീർത്തനത്തിൽ സദാഹരിയായിട്ടിരിക്കാനുള്ള ശ്ലോകം ഏതാണ്? പലതും പറഞ്ഞു പകൽ കളയുന്ന തിരുനാമ കീർത്തനം ഇതതിനായി വരേണമിക. പിന്നെ യാതൊന്നു കണ്ടത് അത് നാരായണ പ്രതിമ, യാതൊന്നു കേട്ടത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്തത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. അല്ലേ? ഹരനും വിരിഞ്ചനും ഒരമരേന്ദ്രനായകനും അറിയുന്നതല്ല തവ തിരുനാമ. എന്താ? അറിയുന്നതല്ല തവമായ തന്മഹിമ. പിന്നെന്താണ്? അറിവായി മുതൽ കരളിൽ ഒരുപോലെ മിന്നും ഒരു ബോധമായി വരിക നാരായണായ നമ. അല്ലെ? എന്താണ്? ഹരനും, ആരാണ് ഹരൻ? മഹാദേവനും വിരിഞ്ചനും. ഹരനും വിരിഞ്ചനും അമരാതി നായകനും. അമരാതി നായകനും ദേവന്മാരും, ദേവേന്ദ്രൻ അടക്കമുള്ള ദേവന്മാർക്കൊന്നുമല്ല നിന്റെ മഹാമായയുടെ മഹിമയെ പറ്റി അറിയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? അപ്പം എന്താണ്? ആ ഒരു ചെറിയ ഭക്തിയെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭക്തരുടെ എല്ലാം അനുഗ്രഹം ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വർണ്ണാശ്രമ കൃഷ്ണാബോധത്തിലുള്ള സ്വധർമ്മം നിറവേറ്റാനും യോഗയുക്തനായി പ്രവർത്തിക്കാനുമായിട്ടുള്ള ഒരേ ഒരു വഴി എന്താണ്? നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക, കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ട എന്താണ്? സത്സംഗത്തിൽ വരിക. സത്സംഗത്തിൽ വരാത്തവരുടെയൊക്കെ അവസ്ഥ എന്താണ്? പോഷണമില്ല. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞില്ലേ, എന്താ ബാധിച്ചാണ്? ഗ്രഹണി ബാധിച്ച കുട്ടികളെ പോലെയാണ്. കാര്യം നമ്മള്
വീട്ടിൽ ചിലപ്പോൾ നാമം ജപിക്കുന്നുണ്ടായിരിക്കും, വിളക്ക് കത്തിക്കുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ സത്സംഗത്തിൽ കയറിയാൽ എന്താണ് ഒരു പോഷണം കിട്ടുള്ളൂ, പ്രോട്ടീൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രോട്ടീൻസ് ഒക്കെ കഴിക്കാതെ കുട്ടികൾ ഇരിക്കുന്ന കാണത്തില്ലേ? കാര്യം അവരെല്ലാം കഴിക്കുന്നുണ്ട്, ഒരുപാട് ആഹാര സാധനങ്ങൾ സാധാരണ കുട്ടികൾ കഴിക്കുന്ന അതിനേക്കാളും കൂടുതൽ കഴിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ സത്സംഗത്തിൽ കയറിയാൽ എന്താണ് അതിന്റെ ആ ഒരു ഗുണം എന്താണ്? ആ ഒരു പ്രേരണ കിട്ടുകയാണ് അല്ലേ? പ്രോട്ടീൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? മിനറൽസും പ്രോട്ടീൻസും അതെല്ലാം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് സത്സംഗത്തിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? സത്സംഗത്തിൽ സ്ഥിരമായി കയറുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എന്താണ്? നാമം ജപിക്കുക. ABCDE അസോസിയേഷൻ, B ഫോർ ബുക്ക് റീഡിങ്, C ഫോർ ചാൻഡിങ്, D ഫോർ ഡയറ്റ്, E ഫോർ എത്തിക്കേറ്റ്സ്. ഈ അഞ്ചാമത്തെയാണ് പറയുന്നത് എത്തിക്കേറ്റ്സ്. എത്തിക്കേറ്റ്സ് ഒക്കെ അഞ്ചാമത്തെയാണ്. ബാക്കി എന്താണ്? അസോസിയേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സത്സംഗം. B എന്ന് പറഞ്ഞാൽ ബുക്ക് റീഡിംഗ് എന്നാണ്, ഭഗവത്ഗീത ഭാഗവതം വായിക്കുക. C ഫോർ ചാൻഡിങ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ജപിക്കുക. D ഫോർ ഡയറ്റ്, കൃഷ്ണപ്രസാദം കഴിക്കുക. E ഫോർ എത്തിക്കേറ്റ്സ് എന്താണ്? ഒരു വൈഷ്ണവന്റെ ഒരു എളിമ, അല്ലെങ്കിൽ വൈഷ്ണവന്റെ ആ ഒരു എന്താണ് ആ ഒരു ആഭരണം എന്ന് പറഞ്ഞ വൈഷ്ണവന്റെ ആ എളിമയാണ് ആഭരണം എന്ന് പറഞ്ഞ എളിമ, ലാളിത്യം. ഇപ്പം ചൈതന്യ മഹാപ്രഭു പറഞ്ഞ പോലെ തൃണാദപി സുനീചന തരോരവി സഹിഷ്ണ, ആ അത്രയും നമ്മൾ താഴ്ന്നു കൊടുത്ത് ഭാവം എന്തായിരിക്കണം? ദാസാനു ആ ഭാവം. പിന്നെ നമ്മളൊരു കുറച്ച് തിലകം ധരിക്കണം. കുളിച്ചു കഴിഞ്ഞിട്ട് ഗംഗാജലത്തിലാണ് കുളിക്കേണ്ടത് എല്ലാ ദിവസവും. തിലകം ധരിക്കണം 12 അംഗങ്ങളിലും. അതുപോലെ തന്നെ വൈഷ്ണവ ഡ്രസ്സ് ഇടണം. ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ അല്ല, വൈഷ്ണവ ഡ്രസ്സ് ഇരിക്കണം. അതൊക്കെ ഒരു റെപ്രസെന്റേഷൻ ആണ്, പുറംമോടി. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഉള്ളു മോശമാണെങ്കിൽ യാതൊരു കാര്യവുമില്ല അല്ലേ? അപ്പം എന്താണ് ആ ഒരു റെപ്രസെന്റേഷൻ വൈഷ്ണവ എത്തിക്കേറ്റ്സിൽ പറയുന്നതാണ്. അതുപോലെ എന്താണ് 4 യമ നിയമങ്ങൾ പാലിക്കുക. യമ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ? എന്തൊക്കെയാണ്? ഞാൻ അമ്പിയ മാതാജി ഷെൽട്ടറിന്റെ ക്വസ്റ്റിന് ചോദിച്ചു കാണും മാതാജിയോട്. അല്ലേ, പിന്നെ ഇത് ചൂത് കളിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, പിന്നെ ചൂത് കളിക്കുന്നത്, മദ്യപിക്കുന്നത്, പിന്നെ വേറെ ബന്ധത്തിന് പോകുന്നത്, പിന്നെ ഒന്നും കൂടെ ഉണ്ട്, മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക എന്നാണ്. അതെ, ഒന്ന് എന്താണ് നോൺ മീറ്റ് ഈറ്റിംഗ്, മത്സ്യമാംസാദികള് ഭക്ഷിക്കാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് അത് അഞ്ചാമത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 4 കാര്യങ്ങളെങ്കിലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ കാര്യം അത് ലാസ്റ്റാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? യമ നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക, മദ്യപാനം ചെയ്യാതിരിക്കുക, ചൂതുകളി അല്ലെങ്കിൽ ഗാംബ്ലിങ്, ലോട്ടറി എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ഷെയർ മാർക്കറ്റ് അതുപോലുള്ള കാര്യങ്ങൾ ഭക്തന്മാർ അല്ലെങ്കിൽ ഡിവോട്ടീസ് ചെയ്യരുത്. പിന്നെ അടുത്ത് എന്താണ് അവിഹിത ബന്ധം പാടില്ല. ചൂതുകളി പാടില്ല, അവിഹിത ബന്ധം പാടില്ല. അങ്ങനത്തെ 4 കാര്യങ്ങൾ. ഇത് 4മാണ് ധർമ്മത്തിന്റെ 4 സ്തൂപങ്ങൾ. ധർമ്മത്തെ പിടിച്ചു നിർത്തുന്നതാണ് ഈ 4 കാര്യങ്ങൾ. അപ്പൊ ധർമ്മത്തെ പിടിച്ചു നിർത്തുന്ന 4 കാര്യങ്ങൾ എന്താണ്? സത്യം, ദയ, പിന്നെന്താണ്? പിന്നെ വേറെന്താണ്? പിന്നെ വേറെന്താണ്? സത്യം, ധർമ്മം, ദയ, ശുചിത്വം അല്ലെങ്കിൽ പരിശുദ്ധി. അതാണ് എന്താണ്? അവിഹിത ബന്ധമില്ലേ? അപ്പൊ അതിന്റെയാണ് എന്താണ്? പരിശുദ്ധി. പിന്നെ എന്താണ്? ഈ ചൂതുകളി നടത്തി കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ശൗചം, വൈരാഗ്യം. അതെ, മാതാജി പറയുന്നത് ശരിയാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ, ഇത് 4മാണ് ഈ ധർമ്മത്തിന്റെ 4 സ്തൂപങ്ങൾ, ധർമ്മത്തെ പിടിച്ചു നിർത്തുന്നത്. നമ്മളുടെ ഈ സനാതനധർമ്മം ഇപ്പോഴും നിൽക്കുന്നത് എന്താണ്? ഇതുള്ള കുറെ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ മുഖ്യ ലക്ഷണം വിഷ്ണുവിനെ സംപ്രീതനാക്കുന്നത്. സ്വയം തൃപ്തിപ്പെടുകയല്ല, കൃഷ്ണനെ സംതൃപ്തിയാകാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കൃഷ്ണനെ കൃഷ്ണൻ തൃപ്തിപ്പെടാതെ ഒരാൾക്കും എന്താണ് വർണ്ണാശ്രമ നിബന്ധനകൾക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കാനാകത്തില്ല. അപ്പം ഈവൻ വേദവ്യാസ മഹർഷിക്ക് എന്താണ് ഭാഗവതം എഴുതി കഴിഞ്ഞിട്ടാണ് വേദവ്യാസ മഹർഷിക്ക് സന്തോഷം അല്ലെങ്കിൽ ആനന്ദം ഉളവായത്. അതുവരെ അദ്ദേഹത്തിന് ഈ വേദങ്ങളൊന്നും എഴുതിയിട്ടും യാതൊരു സന്തോഷം ഉണ്ടായില്ല. അതുകൊണ്ട് കൃഷ്ണനെ പറ്റി എഴുതിയപ്പോഴും കൃഷ്ണൻ സംതൃപ്തനായി. അപ്പോഴാണ് ആ വേദവ്യാസം എനിക്ക് വരെ സന്തോഷം ഉണ്ടായത് എന്ന് പറഞ്ഞ പോലെ നമ്മള് കൃഷ്ണൻ പറയുന്ന അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അർജുനന് എന്താണ്? സന്തോഷമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ 3 ശ്ലോകങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ പറയാം, ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറയാം. ഇനി അടുത്ത് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് പെട്ടെന്ന് ആ ഒരു സമയമുള്ളവർ ഇരിക്കുക, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാൻ. നമ്മൾ ആ ഒരു ഇത് എന്താ പറയുന്നത്, മംഗളാരതി സോങ് അല്ലെങ്കിൽ ഗുരു അഷ്ടകം ഒന്ന് നോക്കാമെന്ന് പറയുന്നത്.
എന്താണ് മാതാജി? അതിന്റെ ആ ഒരു ശ്ലോകം നോക്കിയിരുന്നു. നമുക്കപ്പം അന്ന് 1-2 ശ്ലോകം എടുക്കാൻ പറ്റുമെന്ന് സമയം ഉണ്ടെങ്കിൽ നോക്കാം. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മാതാജി, ഷിബി മാതാജി എന്തോ ചോദിച്ചല്ലോ. മാതാജി ആ ആ ഇന്ന് എന്തോ ഒരു സേവ പ്രഭുജി ഉണ്ടായിരുന്നു മാതാജിക്ക്. മാതാജി വന്നില്ലായിരുന്നു അല്ലേ? ഓ ഇന്ന് മാതാജിയോട് എന്തോ ചെയ്യാൻ പറഞ്ഞിരുന്നുണ്ടല്ലോ, ഒരു സേവ ചെയ്യാനായിട്ട്. ഇല്ല ഇല്ല ഇല്ലല്ലോ. മാതാജി മറന്നുപോയി കണ്ടില്ല. ഞാൻ അമ്മയ മാതാജി, ഇതേ മാതാജി മറന്നുപോയി, മല്ലിക മാതാജി, ഞാൻ ആരോണ്ട് 2 പേരോട് പറഞ്ഞു. ഇല്ല ഞാനില്ലായിരുന്നു. രണ്ടാളോട് ഇല്ലായിരുന്നോ? പറഞ്ഞു, അത് ഞാൻ ഇല്ലായിരുന്നു. എന്നോടായിരുന്നു പറഞ്ഞത്. എന്നോടായിരുന്നു ഗീതാ മാതാജിയോടായിരുന്നു പറഞ്ഞത്, കണ്ടില്ല. എന്നോടായിരുന്നു. അപ്പൊ മാതാജി വന്നില്ല. ഇത്തിരി താമസിച്ചു പോയി വരാന്. ഇപ്പോഴാണ് ആളെ കിട്ടിയത്. ഞാൻ വളരെ സംശയിച്ചു. എവിടെ കൊല്ലത്ത് താമസിക്കുന്ന കണ്ണൂരുകാരിയ എന്നൊക്കെ അവരെന്നോട് ഞാൻ പറഞ്ഞ ആദ്യം. അതാരാണ്? ഞാൻ തന്നെ ഷിബി മാതാജി മാതാജിയല്ലേ എന്നോട് മേടിച്ചത് ഇത്? മേടിച്ചില്ലേ? പക്ഷെ അത് എനിക്ക് പിന്നെ ഒരു ചാൻസ് വരുമല്ലോ, അന്നേരം നോക്കി വെക്കാൻ വേണ്ടിട്ടാ. ഓ ഞാൻ അതാണ് ചെല്ലണം. അപ്പൊ എനിക്ക് അതാണ് ഞാൻ ഓക്കെ, സാരമില്ല, പോട്ടെ. അപ്പൊ എനിക്ക് തെറ്റ് പറ്റിയതാണ്. ഗീതാ മാതാജി പിന്നെ വേറെ ആളോട് ഉണ്ട്. അതാരാണെന്ന് മനസ്സിലായില്ല. അതാരാ? മല്ലിക മാതാജി ആയിരുന്നോ? മല്ലിക മാതാജി. മല്ലിക മാതാജി ആയിരുന്നു. പക്ഷെ മല്ലിക മാതാജിക്ക് യാതൊരു ഓർമ്മയില്ല. ഓർമ്മ പോയി തുടങ്ങിയോ എന്തോ. ഹരിപോൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം കളയാതെ സംശയമില്ലെങ്കിൽ ഓരോ പോയിന്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മുടെ കർമ്മവും വിധി എന്ന് പറയുന്നില്ലേ, നമ്മൾ ഒരൊക്കെ പറയുന്നില്ലേ ഇതെന്റെ വിധിയാന്നൊക്കെ, അതെങ്ങനെയാ നമ്മുടെ കർമ്മവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മാതാജി, കർമ്മവും വിധിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ആ ഓരോ ഹലോ അതായത് നമ്മളെ കർമ്മം എന്ന് പറഞ്ഞാൽ കുറെ തരത്തിലുള്ള കർമ്മങ്ങളുണ്ടല്ലോ. വിധിക്കപ്പെട്ട കർമ്മം, നിയതകർമ്മം, അങ്ങനെ ഉള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാടുണ്ടല്ലേ. ഈ കർമ്മങ്ങൾ നമ്മൾ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും തന്നെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പ്രവൃത്തി കൊണ്ട് കൈകൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ കർമ്മം ചെയ്യാതെ ഒരാൾ ഒരു സമയത്തും ഇരിക്കുന്നില്ല. വെറുതെ ഇരുന്നാലും ഉറങ്ങിയാൽ തന്നെ കർമ്മം, ഉറക്കത്തിലും ഉണ്ട് കർമ്മങ്ങൾ. മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ സ്വപ്നങ്ങളിൽ കൂടി ആയിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കർമ്മത്തിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു പോകാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ചിലര് എന്താണ്, വിധിക്കപ്പെട്ട കർമ്മങ്ങള് ചിലർ ചെയ്യാതിരിക്കും. അപ്പൊ അതാണ് കർമ്മത്തിന്റെ ഒരു രീതി. അപ്പം ഏതൊരു കർമ്മത്തിനും അതിന്റെ ഫലവും ഉണ്ട് അല്ലെ. ഏതൊരു കർമ്മം ചെയ്താലും അതിന് ഫലമുണ്ട്. ഈ ഫലം ആണ് എന്താണ് വരുന്നത്, വിധിയായിട്ട് വരുന്നത്. ഈ കർമ്മത്തിന്റെ ഫലങ്ങളാണ് വിധിയായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? വിധി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈശ്വരൻ എന്നാണ്. അപ്പൊ ഈ കർമ്മത്തിന്റെ ഫലങ്ങളാണ്ടിട്ടാണ് നമ്മൾ വിധിയായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇതെന്റെ വിധി, ദുർവിധി, എന്റെ മകൻ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും കേട്ടില്ല, അവൻ. അത് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്, നമ്മള് പാരന്റ്സ് ഇപ്പം കുട്ടികളൊക്കെ നല്ലപോലെ നോക്കിയിട്ട് ലാസ്റ്റില് വയസ്സാകുമ്പോ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം ആക്കുമല്ലോ. അപ്പം ആ കർമ്മം അമ്മമാര് കൃത്യമായി ചെയ്തിട്ടുണ്ടല്ലോ, കുട്ടികളെ നല്ലോണം നോക്കിയിട്ടില്ലേ. പിന്നെ അമ്പലത്തിലെല്ലാം കൊണ്ടിടുന്ന ഒഴിവാക്കുന്നതൊക്കെ നട തള്ളുക എന്ന് പറയുമല്ലോ. ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ട് നട തള്ളിയ കുറെ അമ്മമാരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഇരുന്ന് കരഞ്ഞ അവസ്ഥ ഉണ്ടായി. 1-2 അമ്മമാരുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ ഇരുന്ന് കരഞ്ഞ അവസ്ഥ ഉണ്ടായി. കാര്യം നമ്മളൊക്കെ പ്രായം ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ മതി, നമ്മളുടെ മക്കളായിട്ട് നമ്മളിപ്പം വന്നിരിക്കുന്ന ആൾക്കാരെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അവരോട് ആ പ്രവൃത്തി ചെയ്തു. അപ്പൊ ആ ഒരു കർമ്മം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ വിധിയായിട്ട് അവർ വന്നിരിക്കുകയാണ്. നമ്മൾ അവർക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി വളരെ മോശമായിരുന്നു എന്ന് വേണം നമ്മൾ ധരിക്കാനായിട്ട്. അവർ നമ്മളുടെ ഒന്നുകിൽ ശത്രുവായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് രക്ഷകർത്താക്കളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ അവരെ നോക്കിയില്ല. അപ്പൊ അവര് ഈ ജന്മത്തിൽ നമ്മുടെ മക്കളായിട്ട് വന്നു. അത്രയും മാത്രം വിചാരിച്ചാൽ മതി, നമ്മൾ പറഞ്ഞാൽ അനുസരിച്ചിട്ടില്ല എങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആർക്കെങ്കിലും സംശയം ഇല്ല എങ്കിൽ പോയിന്റ്സിലേക്ക് കിടക്കാം. ഓരോ പോയിന്റ്. മാതാജിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടിയോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനേ പ്രഭു നേരത്തെ പറഞ്ഞൊന്നും കേട്ടില്ല, യാത്രയിലായിരുന്നു. ഞാൻ അവിടുന്ന് മോളടുത്തേക്ക് ഇങ്ങോട്ട് വന്നോണ്ട് കേട്ടില്ല. പക്ഷെ ഇത് നേരത്തെ പറഞ്ഞത് കേട്ടതാ. എത്ര ആയാലും ഒരു സംശയം തിരിഞ്ഞില്ല പ്രഭു. എന്താ വെച്ചാലേ നമുക്ക് 47-ാമത്തെ ശ്ലോകം
വിധിക്കപ്പെട്ട കർമ്മങ്ങൾ 3 വിധമുണ്ട്. ദൈനംദിന കർമ്മം എന്ന് വിചാരിച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മം അല്ലേ? അതെ അതല്ലേ നമുക്ക് ആ സാധാരണ കർമ്മങ്ങൾ ചെയ്യാനുണ്ടല്ലോ അത്. അതെ പക്ഷെ നൈമിത്തിക കർമ്മവും സ്വേച്ഛാപ്രകാരം ചെയ്യുന്ന കർമ്മവും, സ്വേച്ഛാപ്രകാരം ചെയ്യുന്ന കർമ്മല്ലേ നമ്മൾ പല ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കർമ്മം. അതെ നമ്മളൊരു അപ്പൊ നൈമിത്തിക കർമ്മം മാതാജി നമ്മള് ആ ഒരു ശ്ലോകത്തിൽ നമ്മള് ആ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ് നമ്മൾ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ നിയത കർമ്മങ്ങളുണ്ട്. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളും വിധിക്കപ്പെട്ട കർമ്മങ്ങൾക്കും രണ്ടും കണക്ഷനും ഉണ്ട് അല്ലേ? പരസ്പരം കണക്ഷൻ ഉണ്ട്. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ കർത്താവാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഒരു പ്രശ്നം വന്നില്ലേ? അതായത് ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ ഒരു പിതാവെന്ന് പറഞ്ഞിട്ട് ഞാൻ അഹങ്കരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അഹങ്കരിച്ച് ഞാൻ ഒരു ഒന്നൊന്നര പിതാവാണ്, ഞാൻ ഇത്രയൊക്കെ കുട്ടികൾക്ക് ചെയ്തു, പക്ഷെ ഞാൻ അതിന്റെ ഒരു ധർമ്മമാണെന്ന് ഞാൻ എന്തുകൊണ്ട് വിചാരിച്ചിട്ടില്ല? ഒരു പുത്രനെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പിതാവിന്റെ ഒരു കടമയാണെങ്കിൽ ധർമ്മമാണ് എന്താണ്? അവനെ സംരക്ഷിച്ചിട്ട് അവനെ ഒരു പരിധി വരെ അവൻ സ്വന്തം കാലിൽ നിൽക്കുന്നിടം വരെ അവനെ ഇത് ചെയ്ത് വിടുക എന്നുള്ളത് എന്താണ്? അവന്റെ ഒരു ധർമ്മമാണ്. നമ്മൾ മൃഗങ്ങൾക്കായാലും കാണും, അവർക്കും ധർമ്മം ഉണ്ടല്ലേ? പൂച്ചയൊക്കെ കാണത്തില്ല, അതിന്റെ കുഞ്ഞുങ്ങളെ ഇര തേടാനായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് ഇര തേടുന്നിടം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടിച്ചു പൊടിക്കും. അതുവരെ കടിച്ചെടുത്ത് നല്ല ഓമനിച്ച് വരും. സ്വന്തമായിട്ട് ചെയ്യുന്ന ആ ഒരു ഇത് വരുമ്പോഴത്തേന് അവരെ അടിച്ചു പൊടിക്കും അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. ഇതിന്റെ കർത്താവ് ഞാൻ എന്ന് വിചാരിക്കുമ്പോഴാണ് അതിന്റെ പ്രശ്നം വരുന്നത്. ഇത് ഞാനാണ്. അപ്പൊ എന്താണ് ഈ ശിവി മാതാജി മുൻപേ ചോദിച്ച ചോദ്യം ഇതിന്റെ ആൻസർ വരും. അപ്പൊ അവര് നമുക്കെതിരെ മോശമായിട്ട് എന്തെങ്കിലും വരും, നമ്മൾ പറഞ്ഞ അനുസരിക്കാതെ വരുമ്പോൾ നമ്മൾ ആ പിതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അവരിൽ നിന്ന് നമ്മൾ ഫലം പ്രതീക്ഷിച്ചു. അവര് നമ്മളെ നോക്കും, അല്ലെങ്കിൽ അവര് നമ്മളെ നടതള്ളുവോ നോക്കുവോ ഇല്ലയോ എന്നും നമ്മൾ യാതൊരു ഫലകാംക്ഷ ഇല്ലാതെ നമ്മളൊരു പിതാവിന്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ കർമ്മം നല്ല രീതിയിൽ നിർവഹിച്ചിട്ട് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അനന്തരഫലം എന്തായിരുന്നാലും നമുക്ക് അതിന് ദുഃഖം ഉണ്ടാകത്തില്ല അല്ലേ? അതൊന്ന്. പിന്നെ സ്വേച്ഛാനുസൃതമായി ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും ഫലകാംക്ഷയായിട്ടുള്ളതല്ലേ മാതാജി? അപ്പൊ അതിന് എന്തായാലും പ്രതിപ്രവർത്തനം ഉണ്ടാകും. എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ. പക്ഷെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത് സത്വഗുണത്തിലായിരിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ്. നമ്മൾ ജോലിക്ക് പോകുന്ന എന്താണ്? നമ്മളുടെ കുടുംബം പോറ്റണം അല്ലേ? അതുപോലെ നമ്മൾക്ക് അന്നം കഴിച്ചാലുള്ള ഈ ഭഗവാൻ ഇരിക്കുന്ന ഇരിപ്പിടം എന്താണ്? ഈ ശരീരം പുലർത്തി പോകണ എന്താ? അന്നം കഴിക്കണം. അന്നം കഴിക്കണമെങ്കിൽ ജോലി എടുക്കാൻ വീട്ടിൽ ചുമ്മാ ഇരുന്നിട്ട് കാര്യമുണ്ടോ? പക്ഷെ ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ഥാപനത്തിനെതിരെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആ ജോലി ചെയ്യാതെ 1-2 മണിക്കൂറൊക്കെ ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും പോളിഷ് ചെയ്യുക, അങ്ങനെ തേക്കുക, മാനേജർമാരെയൊക്കെ തേച്ചിട്ട് മറ്റൊരാളുടെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ട് അവർക്കെതിരെ പാര പണിയുക, ജോലി ചെയ്യാതെ ഒളിച്ചു കിടന്നിട്ട് മാനേജറെ പുകഴ്ത്തി അവരുടെ പ്രീതി പറ്റുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിന്റെ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യം. അപ്പൊ ഈ 2 കർമ്മങ്ങളും രണ്ടും കർമ്മങ്ങളാണെങ്കിലും ഒന്ന് നമ്മൾ ഉറപ്പായിട്ടും ഫലാസക്തിയാണ്. ഇത് ഫലാസക്തി ഇല്ലാതെ ചെയ്യാം. ഇതിനെയൊക്കെ ഭഗവാനിൽ മുന്നിൽ നിർത്തിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മനസ്സിലായോ? ഹരേ കൃഷ്ണ. അടുത്ത ഞാനൊരു സംശയം എനിക്ക് അത് തന്നെ പറയാനുള്ളൂ പ്രഭു. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന കർമ്മം സത്വഗുണകർമ്മം, ഫലകാംക്ഷ ഇല്ലാതെ ചെയ്യുന്നത്. പിന്നെ ഫല ഉദ്ദേശിച്ച് ചെയ്യുന്നത് രജോ ഗുണകർമ്മം, ഫല ഉദ്ദേശിച്ച്. പിന്നെ വിധിക്കപ്പെട്ട കർമ്മം എന്തായാലും ഫലകാംക്ഷ ഇല്ലാതെ ചെയ്താൽ നമുക്ക് മോക്ഷമാർഗത്തിലെത്താം. ഇത് തന്നെയാണ് ഞാൻ ഇന്നെടുത്ത ക്ലാസിന്റെ ഒരു സമ്മറി മാതാജി പറഞ്ഞു. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേദങ്ങള് സാധാരണ ജനങ്ങൾ മൂഢാത്മാക്കളാണ്. അവർക്ക് വേദങ്ങൾ പഠിച്ച് അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് ജീവിക്കുക പ്രയാസമാണ്. അതിനുവേണ്ടിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് ജീവിച്ചാല് വേദങ്ങൾ അനുസരണമായി ഉള്ള ജീവിതമാർഗം നമുക്ക് താനെ വന്നുകൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ മാതാപിതാക്കളെ നോക്കുന്നത് വിധിക്കപ്പെട്ട കർമ്മമാണ്. അത്
അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതും പ്രഭു വിധിക്കപ്പെട്ട പ്രഭു ലിവി പിന്നെ എഴുതോട്ടെ പ്രഭു? പാപ സാധുക്കളെ വന്നാല് അത് അവർക്ക് നമ്മുടെ യഥാവിധി കൊടുക്കുക എന്നുള്ളതും വിധിക്കപ്പെട്ട കർമ്മമാണ്. ഇതെല്ലാം ഫലം ആഗ്രഹിക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാല് ഒരു ജോലിക്ക് പോവുക എന്ന് പറയുന്നത് നമ്മൾ സ്വേച്ഛായിട്ട് തന്നെ പോകുന്നതാണ്. അതിന് ഫലം ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അതുപോലെ നമ്മുടെ കർമ്മം ചെയ്യാതിരിക്കുന്നത് മഹാപാപമാണ്. കർമ്മങ്ങൾ എപ്പോഴും നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ എപ്പോഴും ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. പ്രഭു ലിവി എഴുതോട്ടെ? ലിവി 8:30 ചെയ്തോളൂ ഒരു മാതാജി. ക്ലാസ് ഞാൻ ഉണ്ട്. കൈ ഉയർത്തി കാണിച്ചായിരുന്നല്ലോ മാതാജി, കണ്ടില്ലേ? അതായി കണ്ടില്ല. അല്ല സാരമില്ല, 8:30 തുടങ്ങും. ആ സാരമില്ല. ഹരേ കൃഷ്ണ. ശരി. സവിത മാതാജി, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഗീത മാതാജി നന്നായിട്ട് പറഞ്ഞു. ഹരേ കൃഷ്ണ, വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സവിത മാതാജി. ഫലോദിഷ്ട കർമ്മങ്ങളിൽ ആർക്കും അധികാരമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കർമ്മഫലങ്ങൾ ഈശ്വരൻ നിശ്ചയിക്കുന്നു. കർമ്മഫലത്തിന്റെ ഹേതു താനാണെന്ന് ഒരിക്കലും കരുതരുത് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ ഈ വിധിക്കപ്പെട്ട കർമ്മം ഫലാസക്തി കൂടാതെ ചെയ്യണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഗീതാമാതാജി പറഞ്ഞതുപോലെ വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയി. ഇപ്പൊ നൈമിത്തിക കർമ്മം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലിസ്റ്റ് വെച്ച് പറയുവാണെങ്കിൽ എന്താണ് വരുന്നത്? എന്താണ് ഇപ്പൊ വിധിക്കപ്പെട്ട ഗീതാമാതാജി ഇപ്പൊ പോയിന്റ് വൈസ് വിധിക്കപ്പെട്ട കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾ പെട്ടെന്ന് എങ്ങനെയാ അത് മനസ്സിലാക്കണ്ടേ? മാതാജി, ഇനി വരുന്ന ശ്ലോകങ്ങളില് നമ്മൾ അതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മളിപ്പോ 3-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ ആ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഓരോ തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അകർമ്മം, വികർമ്മം, സുകർമ്മം, അങ്ങനെ തന്നെ പരാധർമ്മം, അപരധർമ്മം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഡീറ്റെയിൽ എടുക്കാം. ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഈ ഒരു ശ്ലോകത്തില്. ഇപ്പം ഗീതാമാതാജിയും മറ്റേ ജ്ഞാനാംബിക മാതയൊക്കെ പറഞ്ഞ ആ ഒരു സമ്മറി മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആ ശ്ലോകത്തിൽ എടുക്കാനുള്ളത് ഇപ്പോൾ എടുക്കണ്ട. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ ആ കർമ്മത്തെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ വിധിക്കപ്പെട്ട കർമ്മങ്ങളും പിന്നെ ഫലകാംക്ഷ ഇല്ലാത്ത കർമ്മങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം, നൈമിത്തിക കർമ്മങ്ങളെ പറ്റിയെല്ലാം. പ്രഭു, ഒരു സംശയം കൂടെ. ഇന്ന് ശ്ലോകത്തിലും പറ്റിയിട്ടുള്ളതല്ല. പ്രഭു, നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുമ്പോഴും മറ്റു വേറെ ക്ഷേത്രങ്ങൾ, ഇപ്പൊ നമ്മളുടെ നാട്ടിലാണെങ്കിലും വേറെ ക്ഷേത്രങ്ങളെല്ലാം നമ്മൾ പോകാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഭക്തിഭാവം എന്തായിരിക്കണം നമുക്ക് അവിടെ പോകുമ്പോ? അതായത് നമ്മള് പ്രത്യേകിച്ചും കൃഷ്ണാവധം പ്രാക്ടീസ് ചെയ്യുന്നവര്, നമ്മള് മറ്റ് ദേവീദേവന്മാരെല്ലാരും തന്നെ നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാരും തന്നെ എൻ്റെ ആജ്ഞാനുവർത്തികളാണ്. അപ്പൊ നിങ്ങള് എന്താണ്, അവരെല്ലാരും നമുക്ക് തരുന്നത് എന്താണ്, ഗീവ് ആൻഡ് ടേക്ക് ആണ്. മറ്റുള്ള ദേവീദേവന്മാരല്ല, നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തരുന്നു. കാര്യം അവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള പോഷൻ എവിടുന്നാ കിട്ടുന്നത്? അവര് ഇലകളാണ്, റൂട്ടാണ് ഭഗവാൻ അല്ലേ. അവർക്ക് ഭഗവാന്റെ അടുക്കൽ നിന്ന് പെർമിഷൻ എടുത്താൽ മാത്രമേ ആ ഒരു വരദാനം നമുക്ക് തരാൻ പറ്റുള്ളൂ. കാര്യം അവരെല്ലാം ഭഗവാനെ ആശ്രയിക്കുന്ന ഭഗവാന്റെ സേവകരാണ്. അതായത് ഭഗവാൻ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇവരൊക്കെ മന്ത്രിമാരാണ് അല്ലേ. ഭഗവാൻ അവരെ നിയോഗിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മള് അവരുടെ അടുക്ക ചെന്നിട്ട് നമ്മൾ ഇപ്പം പരദേവത, ധർമ്മദേവത, നമ്മൾ വന്ന വഴി മറന്നു പോരെന്ന് പറയുള്ളൂ. നമ്മൾ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകണം. നാട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി നമ്മൾ പരദേവതയൊക്കെ പ്രസാദിപ്പിക്കുക, അവർക്ക് വേണ്ട ഇഷ്ട നൈവേദ്യമോ എണ്ണയോ തിരിയോ വിളക്ക് കൊടുത്തിട്ട് നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ഭാവം എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൃഷ്ണഭക്തരാക്കുക എന്നുള്ളതായിരിക്കണം. അതിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നായിരിക്കണം അവരോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ഭഗവാൻ കൃഷ്ണനേക്കാളും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇവരായിരിക്കും നമ്മളെ കൃഷ്ണഭക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. കാര്യം അവർക്ക് ആയിരിക്കും ഏറ്റവും സന്തോഷം. നമ്മൾ അവർക്ക് ഒരു വെടിവഴിപാട് കഴിച്ചിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ആള് എന്താണ് അവർ തല പൊട്ടിച്ചാകണേ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ എന്താണ്, അതിനെല്ലാം ഈ പറയുന്ന മാതാജി പറഞ്ഞ കർമ്മഫലം ഉണ്ടാകും. ആ ഒരു ദേവി ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കി തരും. ഇത് കഴിഞ്ഞുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാര്യം പിന്നീട് ഈ ദേവിയെ നമ്മൾ എന്താണ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല, പോയില്ലെങ്കിൽ ആ ദേവി എന്താണ് കോപിക്കും. ഈ ദേവി അല്ലെങ്കിൽ ദേവൻ നമ്മളോട് കോപിക്കും. അതാണ് മറ്റുള്ള ദേവീദേവന്മാരും ഭഗവാനായിട്ടുള്ള പ്രശ്നം. ഭഗവാൻ എന്താണ്, നമ്മളുടെ ഭക്തിയും ഭാവവും പ്രേമവും മാത്രം മതി, വേറൊന്നും നമ്മളുടെ വേണ്ട. നമ്മളുടെ എന്താണ് ഉയർച്ച, ഞാൻ ഇന്ന കുലത്തിൽ പിറന്നതാണോ, ഇന്ന നിറമുള്ള ആളാണോ, ഇതൊന്നും ഭഗവാൻ നോക്കില്ല. ഭഗവാൻ നമ്മുടെ ഭക്തിയും പ്രേമവും സ്നേഹവും ഇതൊക്കെ മാത്രം മതി. മറ്റുള്ള ദേവീദേവന്മാർ അങ്ങനെയല്ല. നമ്മൾ എന്താണ് പ്രവൃത്തി ചെയ്താൽ മാത്രമേ അവരതിൻ്റെ ഫലം തരുള്ളൂ അല്ലേ. നമ്മൾ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ, അവർക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളോട് കോപിക്കും.
അപ്പൊ ആ ദേവീദേവന്മാരൊക്കെ എപ്പോഴാണ് സംപ്രീതരാകുന്നത്? നമ്മൾ അവരോട് ഭഗവാന്റെ കൃഷ്ണഭക്തി തരാനായിട്ട് പറയുക മാത്രം. കൃഷ്ണഭക്തി തരും, അതിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിത്തരാൻ മഹാദേവനോടോ ദേവിയോടോ പറയുവാണെങ്കിൽ അവർ ഏറ്റവും സംപ്രീതരായിരിക്കും. ഇപ്പൊ ഞാനും ഒരു ദേവീ ഭക്തനും മഹാദേവന്റെ ഭക്തനൊക്കെയാണ്. ശിവനും പാർവതിയാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തില്. പക്ഷെ അവര് എന്ത് ചെയ്തു? കറക്റ്റ് ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ പറഞ്ഞു വിട്ടു. അവർ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഞാൻ നാട്ടിൽ പോകുമ്പോൾ നമ്മള് ഏറ്റവും ആദ്യം പോയി കഴിഞ്ഞ ഭഗവാന്റെ ക്ഷേത്രത്തിലല്ല പോകുന്നത്, നമ്മുടെ പരദേവതയെ കാണും പോയി. പരദേവത അല്ലെങ്കിൽ ധർമ്മദേവത, കാര്യം അവരാണ് നമുക്ക് ഈ ഒരു അവസരം തന്നത്. അപ്പൊ അവരെ പോയി കാണുക, അവർക്ക് വേണ്ട യഥാനുസൃതമായ വഴിപാടുകൾ കഴിക്കുക. എന്നിട്ട് നമ്മൾ അവരോട് പറയുക, എന്റെ ഭക്തിയുത മാർഗത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണേന്ന് പറയുക. അപ്പൊ അവർ വളരെ മെർസിബിൾ ആയിരിക്കും. കാര്യം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മറ്റുള്ള ദേവീ ദേവന്മാരെ നീ ആരാധിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അവർ വീണ്ടും ജനിക്കുന്നവരാണല്ലേ, വീണ്ടും ജനിച്ചു മരിക്കുന്നവരാണ്. അവരൊരു മഹാപ്രളയം കഴിയുമ്പോൾ ഇവരും എല്ലാം എന്താണ് നശിച്ചു പോയിട്ട് അടുത്ത പോസ്റ്റിലുള്ള ആൾക്കാർ വരും. ഇപ്പം പ്രധാനമന്ത്രി മന്ത്രിമാരൊക്കെ 5 വർഷം കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞ പോലെ ഇവർക്ക് പകരം ആൾക്കാർ വരും. ഇപ്പോഴുള്ള ബ്രഹ്മദേവന്റെ പേരെന്താണ്? വൈരാജൻ. അടുത്ത ബ്രഹ്മദേവനാകാനായിട്ടുള്ള യോഗ്യതയുള്ള ആരാണ്? ഹനുമാനാണ്. ഇപ്പോഴത്തെ ഹനുമാൻ സ്വാമിക്കാണ് അടുത്ത ബ്രഹ്മദേവനാകാനുള്ള യോഗ്യതയുള്ളത്. അപ്പം ഇതൊക്കെ പോസ്റ്റാണ്. അതുപോലെ തന്നെ അടുത്ത ഇന്ദ്രനാകാനുള്ള യോഗ്യതയുള്ള ആരാണ്? ഇപ്പോഴത്തെ മഹാബലിക്കാണ്, അല്ലേ? അപ്പൊ അങ്ങനെ എന്താണ് പറയുന്നത്, ഈ ഓരോ പോസ്റ്റാണ്, അല്ലേ? അപ്പൊ അങ്ങനെ അവരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ലോകം വരെ നമ്മൾ എത്തിച്ചേരത്തുള്ളൂ. മാക്സിമം ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലോദിഷ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദേവന്മാരുടെ ലോകം വരെ എത്തും. ആ ദേവന്മാരുടെ ലോകം എത്തിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? അവിടെ എന്താണ് സോമരസവും അതുപോലെയുള്ള കുറെ ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് ആ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്ത സത്വഗുണത്തിൽ ചെയ്ത കുറെ പ്രവർത്തികളുടെ ഫലം തീരുമ്പോൾ ഡിം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും? താഴോട്ട് പതിക്കേണ്ടി വരും, ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവിടെ പോകുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. പക്ഷെ നമ്മളുടെ മനസ്സിന്റെ ഭാവം എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ കൃഷ്ണഭക്തി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ആണ് അവിടെ ചെന്നിട്ട് ഉച്ചരിക്കേണ്ടത്. ആദ്യം ആ ദേവിയുടെ പ്രസാദിപ്പിക്കേണ്ട ദേവിയുടെ മന്ത്രമൊക്കെ അറിയുകയാണെങ്കിൽ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ അത് ചൊല്ലിയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയുന്ന ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ജപിക്കാം. എന്നിട്ട് കൃഷ്ണഭക്തിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ മതി. പ്രഭുജി ഞാൻ ദേവീക്ഷേത്രത്തിൽ പോകുമ്പോഴത്തെ ഹരേ കൃഷ്ണയാണ് പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ യാതൊരു പ്രഭുജി? തെറ്റുമില്ല. ദേവിക്ക് ഏറ്റവും സന്തോഷം അപ്പൊ ഉണ്ടാവുള്ളൂ. എന്റെ അടുത്ത് ഒരു കുട്ടി ചോദിക്കുകയാണ്, അമ്മ ദേവീക്ഷേത്രത്തിൽ വന്നിട്ട് എന്തിനാണ് ഈ ഹരേ കൃഷ്ണ എന്ന് പറയണമെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു എന്റെ നാക്കിൽ അതേ വരുള്ളൂ. അത് തന്നെയാണ്, ഹരേ ദേവി കൃഷ്ണ തന്നെ ജപിക്കണം അവിടെ ചെന്നിട്ട്. ആദ്യം വേണമെങ്കിൽ നമുക്കിനി അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ട്, ആദ്യം ദേവിയുടെ മന്ത്രം ജപിക്കുക. പറഞ്ഞു അമ്മേ ദേവിയുടെ നാരായണ എന്ന് മന്ത്രം പറയും. ജപിച്ചു കഴിഞ്ഞിട്ട് ദേവിയോട് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലയോ ദേവി എനിക്ക് കൃഷ്ണഭക്തി തരണേ, കൃഷ്ണഭക്തിയുടെ മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ പ്രദക്ഷിണം ചെയ്യുക, എണ്ണ കൊടുക്കുക, മാല കൊടുക്കുക, അതൊക്കെ ചെയ്യുക, ഇഷ്ട വഴിപാടുകൾ കൊടുക്കുക. അപ്പൊ ദേവി പ്രസന്നയായി തീർച്ചയായിട്ടും നമുക്ക് അതിൽ മുന്നോട്ട് പോകാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരും. അതായത് സംശയം ഇതൊക്കെ ചെയ്യണുണ്ട് പ്രഭുജി. അപ്പൊ ഞാൻ ഈ വലത് വയ്ക്കുമ്പോ അത്ര ഹരേ കൃഷ്ണ എന്നാണ് പറഞ്ഞുകൊണ്ട് പോണത്. അപ്പൊ അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ല. അയ്യോ, ഒരു തെറ്റുമില്ല. സദാ ഹരിയായിട്ടിരിക്കണം എന്നല്ലേ നമ്മൾ ഈ ക്ലാസ്സിൽ കൊണ്ട് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ദേവി ഒരിക്കലും കോപിഷ്ഠയാകത്തില്ല. ദേവിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ദേവി എന്താണ് മാതാജിക്ക് കൃഷ്ണഭക്തി തരാനായിട്ട് ഭഗവാനെ അന്ത്യകാലത്തിൽ ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കും. ദേവിയുടെ കൃപ ഉണ്ടാകും തീർച്ചയായിട്ടും. എനിക്ക് തൊട്ടടുത്ത ദേവീക്ഷേത്രം ഉണ്ട്. നമ്മൾക്കൊക്കെ അതെ, നമ്മളുടെ എല്ലാം പരദേവത ഇതെല്ലാം നമ്മൾ ക്ഷത്രിയരായിരുന്നു കൂടുതലും നമ്മളെ ഈ കേരളത്തിലുള്ളവരൊക്കെ. അപ്പൊ നമ്മളുടെ ഒക്കെ തന്നെ ഈ പരദേവത ധർമ്മദേവത ഒക്കെ തന്നെ ഭദ്രകാളി ആയിരിക്കും മിക്കവാറും എല്ലാവരുടെയും, അല്ലേ? അല്ലാത്തവരാരെങ്കിലും കൈ പൊക്കിക്കേ. ഒന്നുകിൽ ശിവനായിരിക്കും, അല്ലെങ്കിൽ ദുർഗയായിരിക്കും, അല്ലെങ്കിൽ ഭദ്രകാളി ആയിരിക്കും കൂടുതലും 90%. പിന്നെ ബാക്കി 10% ഉണ്ടാകും സുബ്രഹ്മണ്യനോ അല്ലെങ്കിൽ ഗണപതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. കൂടുതലും മഹാദേവനും ദേവിയായിരിക്കും നമ്മളിലെല്ലാം പരദേവത. അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ എന്താണ് പോയി ചെല്ലുമ്പോൾ നമ്മൾ അവരെ കാണണം. കാര്യം നമ്മൾ എന്താണ് വന്ന വഴി മറക്കരുതെന്ന് പറഞ്ഞില്ലേ, നമ്മൾ അവരിൽ കൂടിയാണ് നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അവരുടെ അനുഗ്രഹം ഉണ്ടായ കഴിഞ്ഞാൽ അവർ നമ്മളെക്കാളും ഒരുപാട് ഉയർന്ന ലെവലിലുള്ള ആയതുകൊണ്ടല്ലേ അവര് ദേവീദേവന്മാരായത്. നമ്മൾ അവരെ ക്ഷേത്രമൊക്കെ കെട്ടി അവരെ അവിടെ ഇരുത്താൻ കാര്യം എന്താണ്?
അവർ നമ്മളെക്കാൾ എത്രയോ ഉയർന്ന ആയതുകൊണ്ടാണ് അവര് ദേവന്മാരായിട്ട് വന്നത്. ഈ ഒരു പ്രത്യേക കാലയളവ് കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ ആ പോസ്റ്റിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പം കൃഷ്ണഭക്തി തരണേന്ന് പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ കഴിഞ്ഞിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം അവിടെ നിന്ന് ജപിച്ചാൽ മതി. ഇനി ആരെങ്കിലും ദേവീഭക്തന്മാരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് മനസ്സിൽ ജപിച്ചോ. ഇനി ദേവീഭക്തന്മാരെ കേട്ടിട്ട് ഇനി മാതാജി അവിടെ നിന്ന് ഇറക്കിയൊന്നും വിടണ്ട. ഇവിടെ നിന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ജപിച്ച് നമ്മളതൊരു പ്രശ്നമേ ഉണ്ടാക്കരുത്. അത് പറഞ്ഞിട്ട് ഞാൻ കൃഷ്ണഭക്തയാണ്, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഹരേ കൃഷ്ണ മാത്രമേ ജപിക്കുകയുള്ളൂ, അങ്ങനെ ഒരു വിഷയമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മളത് മാതാജി പറഞ്ഞ മറുപടി തന്നെയാണ് നല്ലത്. എനിക്ക് എപ്പോഴും നാവിലതേ വരുള്ളൂ, അതുകൊണ്ട് ജപിച്ചു. എല്ലാരും എന്താണ് പറഞ്ഞ എല്ലാരും നമുക്ക് ഫൈനലി ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ മതി. അന്തേ നാരായണ സ്മൃതി, ഇത്രയും മാത്രം. അന്തേ നാരായണ സ്മൃതി, അന്ത്യകാലത്ത് നാരായണന്റെ സ്മൃതി ഉണ്ടാകുക. ഞാൻ ആ കുട്ടിക്ക് ഒരു ഗീത വാങ്ങിച്ചു കൊടുക്കും പ്രഭുജി. ഗീത വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യം പറയും, മക്കൾ ഇത് വായിച്ച് മനസ്സിലാക്കുമ്പം ഹരേ കൃഷ്ണയുടെ ആ ഒരു മൂല്യം മനസ്സിലാവുമെന്ന് ഞാൻ പറയാനായിട്ട് ഇരിക്കുകയാണ്. അത് തെറ്റില്ലല്ലോ. തീർച്ചയായിട്ടും മാതാജി അങ്ങനെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ അടുത്ത ആഴ്ച പോണുണ്ട് ഗുരുവായൂര്. ഹരിബോൾ, ഹരേ കൃഷ്ണ. ഒറ്റയ്ക്കാണോ പോന്നേ? ഇല്ല ഒറ്റയ്ക്കല്ല. ഇപ്പൊ സൗദ മാതാജി ഒന്നും കാണുന്നില്ലല്ലോ. സൗദാമാത വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ കൂടെ നാരായണീയം വായിക്കാൻ വരുന്നുണ്ട്, ഗീത പാരായണത്തിന് വരുന്നുണ്ട്. ക്ലാസ്സിൽ കയറുന്നില്ല? ക്ലാസ്സിൽ കയറൂല. അവള് സന്ധ്യക്ക് സമയത്തുള്ള നാമജപത്തിൽ ക്ലാസ്സിൽ കയറുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ കയറാൻ ഇപ്പൊ, അല്ലേ പ്രഭുജി? അതെ മാതാജി മാത്രമേ ഉള്ളൂ, ആ കൂടെ വന്നവരില്ല. അതെ ഓക്കെ, അവർക്ക് താല്പര്യമില്ല, വേണ്ട. അതെ, ഹരേ കൃഷ്ണ. ഇനി മാതാജി സുജന മാതാജിക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? സുജന മാതാജി. കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ ഒരാൾക്ക് അതിശക്ത ഭാവത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയും. ഹരേ കൃഷ്ണ. ഒന്നുകിൽ കൃഷ്ണന്റെ സേവകനാവുക, അല്ലെങ്കിൽ കൃഷ്ണഭക്തന്മാരുടെ സേവകനാകുക. ഹരി ബോൽ. വളരെ നല്ല പോയിന്റ്. അതാണ് കൃഷ്ണാവബോധർമ്മം നിറവേറ്റാനും യോഗയുക്തനായി പ്രവർത്തിക്കാനുമുള്ള ഒരേ ഒരു വഴി. ഹരേ കൃഷ്ണ. മാതാജിക്ക് 100 മാർക്ക്. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സത്ത ശ്ലോകത്തിലെ. ഹരേ കൃഷ്ണ. ശിവി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണാർപ്പണ ബോധത്തോടെ നമ്മൾ എല്ലാ പ്രവൃത്തി ചെയ്യണം. സംടൈംസ് നമുക്ക് സമചിത്തതയോടെ കാണും. ചിലപ്പോ നമുക്ക് അത് പരാജയമായിരിക്കും, എന്നാലും അങ്ങനെ കണ്ടാൽ ചിലപ്പോ അത് ഇപ്പം കിട്ടുന്ന വിജയത്തിനെക്കാട്ടി വലിയൊരു വിജയം ഭഗവാൻ കണ്ടുവച്ചിട്ടുണ്ടാവുമായിരിക്കും. അതാന്ന് വിചാരിച്ചിട്ട് പരാജയത്തിനെ അങ്ങ് സ്വീകരിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് ബിന്ദു മാതാജി പോയി എന്ന് തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് ഒരു സമയമുണ്ടോന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഒരു ശ്ലോകം മാത്രം എടുക്കാം ഗുരു അഷ്ടകത്തിലെ. അപ്പൊ കഴിഞ്ഞ ദിവസം പാടിയത് ഗുരു അഷ്ടകം, അത് എഴുതിയത് ആരാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മംഗളാരതി സോങ് ആണ് ഗുരു അഷ്ടകം. വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറ. വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറ അദ്ദേഹമാണ് അത് രചിച്ചത്. സംസാരദാവാനലലിടലോക പ്രണയ കാരുണ്യ ഘനഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. മഹാപ്രഭോ കീർത്തന നൃത്യ ഗീത വാദിത്ര്യമാദ്യാൻ മനസോരസേന രോമാഞ്ചകം പാസുതരംഗഭാജോ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. അപ്പം നമ്മൾ എന്താണ് പറയുന്നത്? സംസാരദാവ നലലീട ലോക ത്രണയ കാരുണ്യ ഘനഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരുശ്രീ ചരണ. അതായത് ഈ കാട്ടുതീ വന്നിട്ട് ഇങ്ങനെ ഈ കാടിങ്ങനെ ഇത് നിറഞ്ഞിരിക്കുകയാണ് അല്ലെ.
ഈ അഗ്നി കൊണ്ട് നിറഞ്ഞിരിക്കുക. ആ സമയത്ത് ഒരു മഴ പെയ്യുമ്പോൾ എങ്ങനെയാണോ എന്ന് പറഞ്ഞ പോലെ ഭൗതിക ആസക്തി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ നമ്മളിൽ ഒരു മഴ ലഭിക്കുന്ന പോലെയാണ് ഒരു ആത്മീയ ഗുരുനാഥന്റെ കൃപ. ആത്മീയ ഗുരുനാഥന്റെ കൃപ അത്രയ്ക്ക് വലുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മംഗളം നൽകുന്ന ആ ഒരു ഗുരുവിനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ്, അദ്ദേഹത്തിന്റെ ചരണാരവിന്ദങ്ങൾ ഞാൻ പ്രണമിക്കുന്ന എന്നാണ് ഈ ആദ്യത്തെ ശ്ലോകം. മഹാപ്രഭോ കീർത്തന നൃത്യ ഗീത വാദിത്ര്യമാദ്യാൻ മനസോരസേന രോമാഞ്ചകമ്പാശ്രുതരംഗപാജോ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ആർക്കാണ് പാടാൻ പറ്റുന്നത്? ഇതാണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാമോ? ഇത് ഈ ലൈൻ തുടങ്ങിയോ മാതാജി? മഹാപ്രഭോ കീർത്തന നൃത്യ ഗീത. ആരാണ്? ശിവി മാതാജി. ബാക്കി എല്ലാരും പോയി എന്ന് തോന്നുന്നു, സമയം കഴിഞ്ഞു. അതാ മഹാപ്രഭോ കീർത്തന നിത്യ ഗീത വാദിത്രമാദ്യാൻ മനസോരസേന രോമാഞ്ചകമ്പാശ്രുതരംഗഭാജോ വന്ദേശ ഗുരോ ശ്രീചരണാരവിന്ദം. ഞാൻ ഒന്നുകൂടെ പാടിയേക്കാം. മഹാപ്രഭോ കീർത്തന നൃത്യ ഗീത വാദിത്ര്യമാദ്യാൻ മനസോരസേന രോമാഞ്ചകമ്പാശ്രുതരംഗഭാജോ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? തിരുനാമ ജപം, ആനന്ദ നൃത്തം, സംഗീതോപകരണങ്ങളുടെ വാദനം എന്നിങ്ങനെയുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തനത്താൽ ആത്മീയ ഗുരു എല്ലായ്പ്പോഴും ആനന്ദിക്കുന്നു. അദ്ദേഹം മനസ്സിൽ പരിശുദ്ധ ഭക്തി ആസ്വദിക്കുന്നതിനാൽ ചിലപ്പോൾ രോമങ്ങൾ എഴുതി നിൽക്കുന്നു, ശരീരം വിറയ്ക്കുന്നു, കണ്ണുനീർ പ്രവഹിക്കുന്നു എന്നിവ പ്രകടമാക്കുന്നു. ഇപ്രകാരമുള്ള ആത്മീയ ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മഹാപ്രഭു കീർത്തന നൃത്യ ഗീത. മഹാപ്രഭു എന്തൊക്കെയാണ് ചെയ്യുന്നത്? കീർത്തനം ചെയ്യും, നൃത്തം ചെയ്യും, പാട്ടുപാടും, അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ എടുത്തിട്ട് സംഗീതോപകരണങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ്. മൃദംഗവും ഇതൊക്കെ കൊട്ടിക്കൊണ്ടാണ് അദ്ദേഹം തെരുവഴി സങ്കീർത്തന യജ്ഞം നടത്തിക്കൊണ്ട് പോകുന്നത്, അല്ലേ? അപ്പം അങ്ങനെയുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തനം കേട്ടിട്ട് ആത്മീയ ഗുരുനാഥൻ എപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം മനസ്സിൽ പരിശുദ്ധ ഭക്തി ആസ്വദിക്കുന്നതിനാൽ അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ മഹാപ്രഭു ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ഈ ഗുരു ഇങ്ങനെ ആലോചിച്ചിട്ട്, ഈ ആത്മീയ ഗുരു ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട്? രോമാഞ്ചം ഉണ്ടാകുന്നു, അല്ലേ? കണ്ണുകളുടെ അശ്രു വരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടില്ലേ, നയനം ഗിളതശ്രുധാര, അതുപോലെ കണ്ണിൽ കൂടെ ധാരധാരയായിട്ട് വരുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു. അതുപോലെ പിന്നെ എന്താണ് ഉണ്ടാകുന്നത്? ചിലപ്പോൾ രോമങ്ങൾ എഴുതി നിൽക്കുന്നു, ശരീരം വിറയ്ക്കുന്നു, കണ്ണുനീർ പ്രവഹിക്കുന്നു എന്നിങ്ങനെയുള്ള അവസ്ഥകൾ പ്രകടമാകുന്നു. ഇപ്രകാരമുള്ള ആ ആത്മീയ ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ മഹാപ്രഭുവിന്റെ ഇതേപോലുള്ള കീർത്തനങ്ങളും അതുപോലെ വാദനങ്ങളും സംഗീതോപകരണങ്ങളുള്ള ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഏതൊരു ആൾക്കാണോ രോമാഞ്ചം ഉണ്ടാകുന്നത്, കണ്ണുനീർ വരുന്നത്, അതുപോലെ തന്നെ ശരീരം വിറയ്ക്കുന്നത്, അങ്ങനെയുള്ള അത്രയും പരിശുദ്ധനായിട്ടുള്ള ആ ആധ്യാത്മിക ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ ഞാൻ സാദരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ ഈ 2 ശ്ലോകങ്ങളുടെ കൂടി ഞാനൊന്ന് വായിക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സാധാരണ സമയം വൈകിപ്പോയി. സംസരദാവാനലലിടലോക ത്രണയ കാരുണ്യ ഘന ഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. മഹാപ്രഭോ കീർത്തന നൃത്യ ഗീത വാദിത്ര്യമാദ്യാൻ മനസോരസേന രോമാഞ്ചകമ്പാ ശ്രുതരംഗപാജോ
വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ആർക്കാണ്? സവിതാ മാതാജിക്ക് അറിയാമോ? ചെയ്യാം പ്രഭു, ഏ ഒന്ന് ട്രൈ ചെയ്യാം. ആ ടൂണ് വരുമോന്ന് അറിയത്തില്ല. കുഴപ്പമില്ല മാതാജി. സംസാരദാവാനലലീഡലോക ത്രാണായ കാരുണ്യഗനാഗനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. മഹാപ്രഭാ കീർത്തന നൃത്യഗീത വാദിത്രമാദ്യാൻ മനസോരസേന രോമാഞ്ചകമ്പാശ്രുതരംഗബാജോ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ഹരേ കൃഷ്ണ. ഹരേ അപ്പം കൃഷ്ണ. നമ്മള് നോക്കി 2 ശ്ലോകങ്ങളായി. ഇനി ഓരോ ആഴ്ചയിൽ ഓരോരോ ശ്ലോകങ്ങൾ പഠിക്കുക എന്നത് നല്ലതായിരിക്കും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ്. ലോകത്തിലെല്ലാ ഹരേ കൃഷ്ണ ടെമ്പിളിലും വെളുപ്പിനെ 3:30-4 മണിയാകുന്ന സമയത്ത് ആണ് മംഗളാരതിയായിട്ട് ആലപിക്കുന്നതാണ് ഈ ഒരു സോങ്. അപ്പൊ അതുകൊണ്ട് വൈഷ്ണവ ഗീതങ്ങൾ ഇല്ലാത്തവര് വായിക്കും. ഞാൻ നേരത്തെ ഓൺലൈൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇത് ഞാനത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാം. ഇതുണ്ടോ? കാണാവോ? അങ്ങനെ പ്രിന്റ് എടുത്ത് ഓൺലൈനിലാണെങ്കിൽ എല്ലാ ശ്ലോകത്തിന്റെ അർത്ഥമുണ്ട്. മറ്റേ നമുക്ക് കിട്ടുന്ന വൈഷ്ണവ ഗീതങ്ങളിൽ അത് ചിലതിൻ്റെ അകത്ത് മാത്രമേ ഉള്ള അർത്ഥമുള്ളൂ. കുറച്ച് 1-2 ഐറ്റത്തിൻ്റെയൊക്കെയുള്ള അർത്ഥമുള്ളൂ. അപ്പൊ ചെറിയ ബുക്കുകളായിരിക്കും. ഇതായിരിക്കും വൈഷ്ണവ ഗീതം. കണ്ടോ? അപ്പൊ അതിൻ്റെ അതൊക്കെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ അകത്താണെങ്കിൽ മുഴുവനുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റുന്നവർ അല്ലെങ്കിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പലതവണ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സേവ് ചെയ്തിട്ടുള്ളവരൊക്കെ പ്രിന്റ് എടുക്കാൻ പറ്റുന്നവര് പ്രിന്റ് ചെയ്ത് ഗീതയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമോ പ്രഭുജി? വൈഷ്ണവ ഗീതങ്ങൾ എവിടെ വാങ്ങിക്കാൻ കിട്ടും? വൈഷ്ണവ ഗീതങ്ങള് പള്ളിച്ചലിൽ അമ്പലത്തിൽ പോയാൽ മതി. പള്ളിച്ചലിൽ കൃഷ്ണ ബലരാം അമ്പലത്തിൽ പോയാൽ മതി മാതാജി. ഓ, അവിടെ ഒരിക്കൽ പോയതാണ്. ഗുരുവായൂരൊന്നും കിട്ടൂലേ? അവിടെ കിട്ടുമെങ്കിൽ വാങ്ങിക്കാം. ഗുരുവായൂർ പടിഞ്ഞാറേ നടയില് ഇസ്കോണിന്റെ ഒരു ഇതുണ്ട്, സെന്റർ ഉണ്ട്. അവിടെ പോവാണെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ വടക്കേ നടയല്ലേ പ്രഭു? വടക്കേ നട. പടിഞ്ഞാറൻ നടയിലാണല്ലോ ഞങ്ങള് സാധാരണ റൂം എടുക്കുന്നത്. പടിഞ്ഞാറൻ നടയിൽ കൂടെയാണ് പോവുകയും വരികയും ചെയ്യുന്നത്. പടിഞ്ഞാറേ നടയില് KSRTC അങ്ങോട്ട് പോകുന്നിടത്ത് തിരിയാതെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിയുമ്പോ ഒരു അയോധ്യ, അവിടെ ഗോശാലയുണ്ട്. ഇസ്കോണിന്റെ അവിടെ പോകണ ഗോശാലയുണ്ട്. അവിടെ ഒരു ചെറിയ ടെമ്പിൾ പോലെയുണ്ട്. താമസിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ റെന്റ് കുറച്ച് കൂടുതലാണ്. 1200 രൂപയാണ് റൂമിന്. അവിടെ ഇവിടെ ഈ ക്ഷേത്രത്തെ മമ്മിയൂർ പോണ വഴിക്കല്ലേ? പോകുന്ന വഴിക്കല്ല, ഒരു കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് നടന്നാൽ അവിടെ എത്തിച്ചേരും ഈ ഇസ്കോണിന്റെ സ്ഥലത്ത്. അല്ലെങ്കിൽ ഈ കിഴക്കേ നടയില കുളത്തിന്റെ ആ ഒരു ബോർഡർ കഴിഞ്ഞിട്ട് അവിടെ ഒരു സെന്റർ, അവിടെ ഒരു കടയുണ്ട് ഹരേ കൃഷ്ണയുടെ. അവിടെ ഇരിക്കുന്ന പ്രഭുവിന്റെ പേര് എന്താണ്? അയ്യോ, മറന്നുപോയി. നമ്മുടെ ഈ ഇവിടെയുള്ള തൃശ്ശൂരുള്ള മാതാജിമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മിത മാതാജിയോ അല്ലെങ്കിൽ ഉഷാമണി മാതാജിയോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞുതരാം. അവിടെ ഒരു കടയുണ്ട്. ഈ നമ്മുടെ ജപമാലയില്ലേ, ഈ കഴുത്തലിടുന്ന തുളസിമാലയില്ലേ, കണ്ടിമാല എന്ന് പറയും. കണ്ടിമാല, ജപമാല, സഞ്ചി, അതുപോലെ ഭഗവത്ഗീത, വൈഷ്ണവ ഗീതങ്ങളെല്ലാം അവിടുന്ന് വരും. പിന്നെ നമ്മുടെ ചാൻഡിങ് ബോക്സ് ഉണ്ട് വീട്ടിൽ വെക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓൺ ആക്കി വെച്ചാൽ മതി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രഭുപാദരുടെ ചാൻഡിങ് ഉണ്ട്. ചാൻഡിങ്ങിൽ ഒരു ബോക്സ് ഉണ്ട് കറണ്ട് കുത്തിയിടുന്നത്. അപ്പൊ ചാൻഡിങ് ബോക്സ്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഈ വൈഷ്ണവ ഗീതങ്ങളെ, ഭഗവത്ഗീത, ജപമാല, സഞ്ചി, ഈ കണ്ടിമാല, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടും. ജയപതാക സ്റ്റോർ എന്നാണ് അതിന്റെ പേര്. ജയപതാക സ്റ്റോർ. എഴുതി വെച്ചിരുന്നു. ജയപതാക സ്റ്റോർ. എനിക്ക് ജിജി പ്രഭു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജിജി പ്രഭു എന്ന്. എന്തോ സ്റ്റോറിന്റെ പേരൊന്നുകൂടെ പറയണം. ജയപതാക സ്റ്റോർ. കിഴക്കേതടയില കുളത്തിന്റെ ബോർഡർ ചെന്ന് കഴിയുമ്പോ അവിടെ റൈറ്റ് സൈഡില് പ്രതാപല്ല, ജയപതാക. ജയപതാക അപ്പൊ അവിടെ ചോദിച്ചു കഴിഞ്ഞാലും
പേര് ജിജി പ്രഭു എന്നാണ്. പ്രഭു തിരുനാമ അപരാധങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണേ. നമ്മുടെ അടുത്ത് തിരുനാമ അപരാധങ്ങൾ ഷെയർ ചെയ്തേക്കാം മാതാജി. ഓക്കെ. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുപശ്ച കൃപാസന്ധിഭ്യവച പതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, अनंत कोटि आचार्य वृंद की जय, श्रील प्रभुपाद की जय, गौर प्रेमानंदे, हरि हरि बोल. हरे कृष्णा. हरे कृष्णा.